ഹർട്ടിലേക്ക് സ്വാഗതം. പ്രവചനങ്ങൾ ഇഷ്ടമുള്ളവരാണ് നമ്മൾ എല്ലാവരും. കാരണം നമ്മുടെ ഭാവി, അല്ലെങ്കിൽ ഈ നാടിൻ്റെ ഭാവി, ഈ ലോകത്തിൻ്റെ ഭാവി എന്താണ്, നമുക്ക് ഈ ലോകത്തിൽ സംഭവിക്കുക, ഇതൊക്കെ അറിയാൻ നമുക്ക് വളരെ ഇഷ്ടമുള്ള ആൾക്കാരാണ്. ഈ ബാബ വാങ്കെ അതുപോലെയുള്ള പ്രവചനങ്ങളൊക്കെ, ബാബ വാങ്കയുടെയൊക്കെ പ്രവചനങ്ങൾ, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നടത്തിയ പ്രവചനങ്ങളൊക്കെ ഇപ്പോഴും ആൾക്കാർ വളരെ കൗതുകത്തോടെ അല്ലെങ്കിൽ വളരെ കാര്യമായിട്ട് കാണുന്നുണ്ട്. അതിൽ പല പ്രവചനങ്ങളും ഫലിക്കുന്നുണ്ട്. അത്തരത്തിലൊരാൾ നമ്മുടെ തിരുവനന്തപുരത്തുണ്ട്, കലിയുഗ ജ്യോത്സ്യൻ. അദ്ദേഹത്തിൻ്റെ പ്രവചനങ്ങൾ എന്ന് പറയുമ്പം 2019 41 പ്രവചനങ്ങൾ നടത്തി, 2024 91 പ്രവചനങ്ങൾ നടത്തി. അദ്ദേഹം അവകാശപ്പെടുന്നതിൽ ഭൂരിഭാഗം പ്രവചനങ്ങളും ഫലിച്ചിട്ടുണ്ട് എന്നാണ്. പല രാഷ്ട്രീയ നേതാക്കളെക്കുറിച്ചും ഒക്കെ അവരുടെ ഭാവി എങ്ങനെയാണെന്നും ഈ പൊളിറ്റിക്കൽ പ്രസ്ഥാനങ്ങളുടെ ഭാവി എങ്ങനെയാണെന്നും ഒക്കെ അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ ഇക്കുറി അദ്ദേഹത്തോടൊപ്പമാണ് നമ്മൾ ഓപ്പൺ ഹേർട്ടിൽ വരുന്നത്. ഡോക്ടർ സന്തോഷ് നായർ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. നമസ്കാരം സാർ. നമസ്കാരം. സ്വാഗതം. അപ്പോൾ ഞാൻ പറഞ്ഞത്, ഈ 2024 91 പ്രവചനങ്ങളാണ് താങ്കൾ നടത്തിയിരിക്കുന്നത്. 2018 19 വേണ്ടി 41 പ്രവചനങ്ങൾ നടത്തി. ഓരോ വർഷം 10 പ്രവചനങ്ങൾ കൂടുതൽ. അപ്പൊ എന്നോട് പറഞ്ഞെന്ന് പറഞ്ഞാൽ ഈ പ്രവചനങ്ങൾ ഒട്ടുമിക്കതും 80% പ്രവചനങ്ങളും പൂർണ്ണമാണ്. അപ്പൊ എനിക്ക് അതിനു മുമ്പ് എനിക്ക് അറിയേണ്ടത് എന്താണ് ഈ കലിയുഗ ജ്യോതിഷം? കലിയുഗ ജ്യോതിഷം എന്ന് പറഞ്ഞാൽ അപ്ഗ്രേഡേഷൻ ഓഫ് ജ്യോതിഷം. അതായത് ജ്യോതിഷത്തെ അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടാണ്. ഇപ്പം വരാഹമേനക്കാർ ജ്യോതിഷം രചിക്കുന്ന കാലത്ത് ഒരു പുരുഷായുസ് 120 അങ്ങനെയാണ് 9 ദശാകാലങ്ങൾ കൂട്ടുമ്പോൾ 120 വരുന്നത്. ഇന്നത്തെ കാലത്ത് 120 വരെ ജീവിക്കുന്ന ഒരു മനുഷ്യരും ഇല്ല. അപ്പം കലിയുഗ ജ്യോതിഷം അതിനെ 85 അപ്ഗ്രേഡ് ചെയ്തു. അഥവാ ശാസ്ത്രം, കലിയുഗ ജ്യോതിഷ ശാസ്ത്രമാണ്. ശാസ്ത്രം ഇപ്പം നമ്മൾ ചന്ദ്രയാൻ അയച്ചു, 2 പരാജയം, 3ാമത് അത് ശരിയാക്കിക്കൊണ്ട് വീണ്ടും അയച്ചു. അപ്പോൾ ശാസ്ത്രം അത് അപ്ഗ്രേഡ് ചെയ്യുന്നു, നമ്മളത് അപ്ഗ്രേഡ് ചെയ്യുന്നില്ല. അപ്പോൾ ഈ ജ്യോതിഷത്തിൽ രചിച്ച കാലത്ത് പറഞ്ഞിട്ടുണ്ട്, മനുഷ്യ ജീവിതത്തെയും കാലഘട്ടത്തെയും നിരീക്ഷിച്ചുകൊണ്ടേ നിങ്ങൾ ജ്യോതിഷ പ്രവചനം നടത്തുക. ഒരിക്കലും കാണാതെ പഠിച്ച ജ്യോതിഷ പ്രവചനം നടത്തരുത്. അത് സാധ്യമല്ല ഈ ജ്യോതിഷത്തിൽ. പൂർണ്ണമായും മനസ്സിലാക്കുക. അപ്പോൾ നമ്മൾ അപ്ഗ്രേഡ് ചെയ്യേണ്ട സ്ഥലത്ത് അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടാണ് പ്രവചനങ്ങൾ നടത്തുന്നത്. അപ്പോൾ അത് ഷാർപ്പായിട്ട് തന്നെ നമുക്ക് സംഭവിക്കുന്നു. ഇപ്പോൾ നിങ്ങൾ നോക്കൂ, കണിക്കൊന്ന പണ്ട് വിഷുവിന് എന്തോ ചെയ്യുന്നു, പൂക്കേ ഉള്ളൂ. ഇപ്പോൾ അത് കുഴയുകയാണ്. അപ്പോൾ കാലചക്രം മുന്നോട്ട് സഞ്ചരിക്കുകയാണ്, മനുഷ്യൻ പിന്നോട്ട് പോവുകയാണ്. ഇപ്പോൾ ഇടവപ്പാതിയൊക്കെ ഇപ്പോഴാണ് നമ്മൾ അനുഭവിക്കുന്നത്. പക്ഷേ ഇടവമൊക്കെ ഇനി വരാൻ പോകുന്ന സമയമാണ്. ആ കാലാവസ്ഥയ്ക്ക് വരെ മാറ്റമുണ്ട്. അപ്പോൾ അതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് സൂര്യനെയും ചന്ദ്രനെയും ഭൂമിയെയും മനസ്സിലാക്കിക്കൊണ്ടാണ് കലിയുഗ ജ്യോതിഷം രൂപപ്പെടുത്തിയിരുന്നത്. ഈ 3 ഗ്രഹങ്ങൾക്ക് നമ്മൾ സ്വാധീനിക്കാൻ പറ്റൂ, വേറെ ഒരു ഗ്രഹങ്ങൾക്ക് സ്വാധീനിക്കാൻ പറ്റില്ല. ബാക്കിയുള്ള ഗ്രഹങ്ങളൊക്കെ ആഡ് ഓൺ ആയിട്ട് ഇവരിലൂടെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ അപ്ഗ്രേഡ് ചെയ്യേണ്ട സ്ഥലങ്ങളിൽ ചെയ്യുമ്പോൾ ഈ ശാസ്ത്രം നമുക്ക് പൂർണ്ണമായിട്ടും പറയാൻ പറ്റും, തെറ്റില്ലാതെ പറയാൻ പറ്റും. ഇവിടെ ഒരാൾ വന്നാൽ അദ്ദേഹത്തിനെ കുറിച്ച് ഒന്നും പറയാൻ പാടില്ല. നടന്ന കാര്യം, നടക്കാൻ പോകുന്ന കാര്യം എല്ലാം നമ്മളാണ് പറയുന്നത്. അതായത് ജനിച്ച സമയം, ഡേറ്റ് ഓഫ് ബർത്ത്, ജനിച്ച സ്ഥലം, ഇത് ഇത്രയും തന്നിട്ട് വായടച്ച് മര്യാദയ്ക്കിരിക്കണം. അല്ലാതെ അവരൊന്നും പറയാൻ പാടില്ല. അവരെക്കുറിച്ച് എന്തൊക്കെ സംഭവിക്കുന്നു അവരുടെ ഗ്രഹനില നോക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും. അങ്ങനെയാണ് ഇവിടെ ഉള്ളത്. ഇപ്പോൾ അമേരിക്കയിൽ ഇരിക്കുന്ന ഒരു സ്ത്രീ ഓൺലൈനിലൂടെ പൈസ ഇട്ട് ഇതേപോലെ ഫീസ് ഇട്ടിട്ട് അവർ നോക്കുന്ന സമയത്ത് ഞാൻ അവരുടെ അടുത്ത് ഗ്രഹനില നോക്കിയിട്ട് പറയുന്നത്, നിങ്ങൾക്ക് യൂട്രസ് ഇല്ല എന്ന് പറയുകയാണ്. അപ്പോൾ ആ സ്ത്രീ പറയുകയാണ്, തന്നെ സാറേ എനിക്ക് 5 വർഷത്തിന് മുമ്പേ അത് മാറ്റി. അപ്പോൾ സ്വാഭാവികമായിട്ട് ഒരു പ്രാവശ്യം കണ്ടിട്ടില്ലാത്തൊരു സ്ത്രീ, അറിഞ്ഞൂടാത്ത അവരുടെ ഡേറ്റ വെച്ചുകൊണ്ട് മാത്രം അത് പറയുമ്പോൾ അവർ നമ്മളിലേക്ക് വിശ്വസിക്കുന്നു. അങ്ങനെ 250ഓളം രാജ്യങ്ങളിൽ എനിക്ക് കസ്റ്റമറുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് പല വിദേശ രാജ്യങ്ങളിലും പോകാറുണ്ട്. ഇവിടെ ഹിന്ദു, ക്രിസ്ത്യൻ, മുസ്ലിം 3 പേർക്കും ഒരുപോലെ വരാൻ പറ്റും. ഖുർആൻ, മുസ്ലിങ്ങളാണെങ്കിൽ ഖുർആൻ അനുസരിച്ച്, ക്രിസ്ത്യാനികളാണെങ്കിൽ ബൈബിൾ അനുസരിച്ച്, ഹിന്ദുക്കളാണെങ്കിൽ അവരുടെ അനുസരിച്ച്. അതാണ് വ്യക്തമായിട്ട് പറയുന്നത്. അപ്പം 3 പേര് ഒരുപോലെ കടന്നു വരുന്ന ഒരു സ്ഥലമാണ് കലിയുഗ ജ്യോതിഷം. അത് അപ്ഗ്രേഡ് ചെയ്തുകൊണ്ട് അല്ല ഇപ്പോൾ ജ്യോതിഷ ശാസ്ത്രത്തിൽ താങ്കളെക്കുറിച്ച് സർവത്ര കാര്യങ്ങളും പറഞ്ഞിരിക്കും, A to Z. ഇപ്പോൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് 4 നടയുണ്ട്. ഈ 4 നടയിലൂടെ കയറിയാലും ക്ഷേത്രത്തിലാണ് പോകുന്നത്. അപ്പോൾ കിഴക്കേ നടയിൽ നിൽക്കുന്ന നിങ്ങളെ കിഴക്കേ നടയിലൂടെ കയറ്റി വിടണം. പടിഞ്ഞാറേ നടയിലൂടെയാണ് ജ്യോതിഷം കയറ്റി വിടണമെങ്കിൽ അത് വേസ്റ്റാണ്. അപ്പോൾ അത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ചെയ്യുന്നു. അതാണ് കലിയുഗ ജ്യോതിഷം, ദ അപ്ഗ്രേഡേഷൻ ഓഫ് ജ്യോതിഷം. ഓക്കെ. അപ്പോൾ ഈ 2019 41 പ്രവചനങ്ങളാണ്. ഈ പ്രവചനങ്ങളാണ് ഇതിനകത്ത് മെയിനായിട്ട് വരുന്നത്. പ്രവചനങ്ങൾ സ്വാഭാവികമായിട്ടും നടത്താറുണ്ട്. ലോകത്ത് നടക്കുന്ന, ഇന്ത്യക്കകത്തല്ല കേരളത്തിലകത്തല്ല, മൊത്തം വേൾഡിൽ നടക്കുന്ന കാര്യങ്ങളാണ്. നമ്മുടെ പഴയ ഫ്രഞ്ച് അതുപോലുള്ളതാണ്. അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. അത് ലോകം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഞാൻ ഈ വർഷം തന്നെ ജപ്പാനിൽ ഭൂകമ്പം സംഭവിക്കും പ്രവചനം നടത്തി 2 ദിവസം കഴിഞ്ഞ് ഫസ്റ്റിലത്തെ ദിവസം തന്നെ ജനുവരി 1 തന്നെ ജപ്പാനിൽ ഭൂകമ്പം നടത്തി. എടുത്തു പറഞ്ഞുകൊണ്ടാണ് ചെയ്തത്. അങ്ങനെ പല കാര്യങ്ങളും
ഇതുപോലെ പറഞ്ഞുകൊണ്ടാണ് ചെയ്യുന്നത്. അതിപ്പോൾ 91 പ്രവചനങ്ങളിൽ ഏകദേശം 61 പ്രവചനങ്ങൾ ക്ലിയർ ആയിട്ടുണ്ട്. അതിൻ്റെ ഡേറ്റ നമ്മുടെ സിസ്റ്റത്തിൽ ഇത് ചെയ്തിട്ടുണ്ട്, ഓരോ സ്ഥലത്ത് നടന്ന കാര്യം. അപ്പോൾ ഞാൻ ആദ്യം അതിൽ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഈ വർഷം ഭൂകമ്പങ്ങളെയാണ് നമ്മൾ ഭയക്കേണ്ടത്. ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം പ്രവചനം നടത്തിയപ്പോൾ ഞാൻ പറഞ്ഞു നമ്മൾ തീപിടുത്തങ്ങൾ ശ്രദ്ധിക്കണം, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വാഹന അപകടങ്ങൾ വർദ്ധിക്കും, അരുംകൊലകൾ വർദ്ധിക്കും, അങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞു. അത് ബേസായിട്ട് ഇൻട്രൊഡക്ഷനായിട്ട് പറയും. ഇപ്പോൾ ഇത്തവണ ഞാൻ പറഞ്ഞത് ചന്ദ്രൻ്റെ സ്ഥിതി വെച്ചിട്ട് ഈ കാലത്ത് നമ്മൾ ഈ വർഷം ഭൂകമ്പങ്ങളെയാണ് നമ്മൾ കൂടുതലും ഭയക്കേണ്ടത്. അത് ചന്ദ്രൻ്റെ സ്ഥിതി മനസ്സിലാക്കിയിട്ടാണ് പറഞ്ഞത്. ഈ ചന്ദ്രനിൽ ചില കമ്പനങ്ങളും ഇത് ഉണ്ടാകുമ്പോൾ അത് ഭൂമിയിൽ ഭൂകമ്പങ്ങളായിട്ട് മാറും. ചന്ദ്രൻ്റെ ബേസ് മനസ്സിലാക്കിയാൽ ഭൂകമ്പങ്ങൾ. ഇടയ്ക്ക് അമേരിക്കയിലുള്ള എൻ്റെ ഒരു കസ്റ്റമർ എന്നെക്കുറിച്ച് നാസയ്ക്ക് കത്തയച്ചിട്ടുണ്ട്, മനസ്സിലായില്ലേ? അതുപോലെ ഇന്ത്യയിലെ ഒരു സയൻറ്റിസ്റ്റ്, IMRCയിലെ ഒരു സയൻറ്റിസ്റ്റ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കത്തയച്ചിട്ടുണ്ട്, ഇങ്ങനെ ഒരാളുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെയൊക്കെ ഹാർഡ് കോപ്പി നമ്മളെ കയ്യിലുണ്ട്, എല്ലാം തെളിവ് സഹിതം വെച്ചിട്ടുണ്ട്. ഈ പൊളിറ്റീഷ്യൻസിനെ കുറിച്ചൊക്കെ പ്രവചിക്കാറുണ്ടല്ലോ, ഇഷ്ടം പോലെ അവരുടെ ജാതകവും ഭാവിയൊക്കെ പ്രവചിക്കാറുണ്ട്. ഈ വർഷം പ്രവചിച്ച ഈ വർഷത്തിൽ തന്നെ ആദ്യത്തെ പ്രവചനം അതാണ്. ഇന്ത്യയിൽ പ്രധാനമന്ത്രി അടുത്ത അത് 2019 തന്നെ പറഞ്ഞു, നരേന്ദ്രമോദിയാണ് ഇന്ത്യയിലെ അടുത്ത പ്രധാനമന്ത്രി. 350ഓളം സീറ്റുകൾ BJPക്കും 350 മുകളിൽ BJPക്കും സഖ്യകക്ഷികൾക്കും കിട്ടുമെന്ന്. അത് 1991 ആദ്യത്തെ പ്രവചനമാണ് ചെയ്തത്. പിന്നെ 2019 തന്നെ പറഞ്ഞു 2023 നരേന്ദ്രമോദി തന്നെ പ്രധാനമന്ത്രിയാവും. ഇത് ആദ്യം പ്രവചിക്കുന്നത് ഞാൻ തന്നെയാണ്. അന്ന് വേറെ ഒരു ഡിസീസിനെ കുറിച്ചും പ്രവചിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് അത് 2019 നരേന്ദ്രമോദി അധികാരത്തിൽ വരും. അധികാരത്തിൽ വരുന്ന സമയത്ത് തന്നെ ലോകം വലിയൊരു ഇത് നേരിടേണ്ടതായിട്ട് വരും. നമ്മൾ അത് കൊറോണ കറക്റ്റായിട്ട് വന്നു. പിന്നെ നിപ്പ വൈറസ് പറഞ്ഞത് ഞാൻ ആദ്യമേ പ്രവചിച്ചു. ഇപ്പം നിപ്പ വന്നപ്പോഴും ഞാൻ പറഞ്ഞു നിങ്ങൾ ഭയക്കണ്ട, 1 മാസത്തിനകത്ത് നിപ്പ കേരളം വിട്ടു പോകും. ഇതെല്ലാം ഓൾറെഡി യൂട്യൂബിൽ കിടപ്പുണ്ട്. അപ്പോൾ ഈ 2019 അല്ലെങ്കിൽ നമ്മൾ ഈ ഏറ്റവും അടുത്ത 2024 പ്രവചനത്തിൽ അത് ഇപ്പം നമ്മളൊരു ഈ ലോക്സഭാ ഇലക്ഷന്റെ കാലഘട്ടമാണല്ലോ. അപ്പൊ ഈ ഇത്തവണ എങ്ങനെയായിരിക്കും നരേന്ദ്രമോദിക്കും? നരേന്ദ്രമോദി തന്നെയാണ് പ്രധാനമന്ത്രി. അതിനെക്കുറിച്ച് പറഞ്ഞു. അദ്ദേഹത്തിന് ഇപ്പം കണ്ടാശനിയാണ് എങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ ഗ്രഹസ്ഥിതി, അതായത് ഗോചരശാസ്ത്രപ്രകാരം കണ്ടാശനി ആണെങ്കിലും അദ്ദേഹത്തിന് സമയം നല്ലതാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അദ്ദേഹം തന്നെയാണ് അടുത്ത പ്രധാനമന്ത്രി, അതിനകത്തൊരു സംശയമില്ല. അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. അത് 2019 ഞാൻ പറഞ്ഞ കാര്യമാണ്, ഇപ്പോൾ പറഞ്ഞ കാര്യമല്ല. 2019 അധികാരത്തിൽ വന്നപ്പോൾ എൻ്റെ അടുത്ത് ചാനലിൽ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞതാണ് 2024 നരേന്ദ്രമോദി തന്നെ അധികാരത്തിൽ വരും. അന്ന് സീറ്റ് പ്രവചിച്ചില്ല. 350 സീറ്റിന് മുകളിൽ അവർക്ക് സീറ്റ് കിട്ടുമെന്ന് ഈ 91 ഡിസംബറിൽ ഞാൻ പ്രവചിച്ചു. 91 ഇത്തവണ അവർക്ക് 350 മുകളിൽ അവർക്ക് BJPക്ക് സഖ്യകക്ഷിയൊക്കെ കിട്ടും. എൻ്റെ ഒരു സംശയമാണ്. അതായത് ഇപ്പം ബാക്കിയുള്ള സംസ്ഥാനങ്ങളിലെല്ലാം BJP ശക്തമാണ്. പക്ഷെ കേരളത്തിൽ ഈ പറഞ്ഞ 2019 കേരളത്തിൽ BJPക്ക് സാധ്യതയില്ലായിരുന്നു. ഈ 2024 BJP അക്കൗണ്ട് തുറന്നില്ല കേരളത്തിൽ. അത് സുരേഷ് ഗോപി നല്ല രീതിയിൽ ഫൈറ്റ് നടത്തും. എങ്കിലും നമ്മുടെ ഒരു രീതി എന്ന് പറയുന്നത് ഒരു മതസൗഹാർദ്ദത്തിൻ്റെ സ്ഥലമാണ്. അപ്പോൾ അവിടെ വരുമ്പോഴത്തേക്ക് ആ ഒരു ബേസിലെ വോട്ട് പ്രഡിക്ഷൻ അല്ല, ഇതൊരു സൈക്കോളജി ആയിട്ട് ഞാൻ പറയുകയാണ്. പക്ഷേ എങ്കിൽ പോലും ഞാൻ പ്രൊഡക്ഷനായിട്ട് പറയണമെങ്കിലും ഈ അക്കൗണ്ട് തുടങ്ങുന്ന കാര്യം വളരെ കുറവ്. പക്ഷേ തിരുവനന്തപുരം, തൃശ്ശൂരും 2-3 അത് അവർ പറയുന്നതാണ്. എല്ലാവർക്കും നല്ലത് തന്നെയാണ്, വട്ടം തന്നെയാണ് എൻ്റെ പ്രാർത്ഥന. പക്ഷേ നമ്മൾ ജ്യോതിഷ ശാസ്ത്രം വെച്ച് അല്ലെങ്കിൽ നമ്മളിത് നോക്കുമ്പോഴത്തേക്ക് അക്കൗണ്ട് തുടങ്ങാനുള്ള സാധ്യത വളരെ കുറവാണ്. അതായത് കയ്യാലപ്പുറത്ത് തേങ്ങ പോലെ നിൽക്കുന്നത് സുരേഷ് ഗോപി മാത്രമേ. അപ്പോൾ രാജീവ് ചന്ദ്രശേഖറിന് ഒരു സാധ്യതയില്ല. രാജീവ് ചന്ദ്രശേഖറിന് സാധ്യത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ഇവിടെ ഒരു ഇതല്ലേ, അദ്ദേഹത്തിൻ്റെ ഇത് വെച്ച് നോക്കുമ്പോഴും അങ്ങനെ ഒരു ഇത് വരുന്നില്ല. തിരുവനന്തപുരത്ത് ഒന്നീ ശശി തരൂരോ പന്ന്യൻ രവീന്ദ്രനോ ജയിക്കാനുള്ള ഒരു ചാൻസ് ഉള്ളൂ. ഇവിടെ രാജീവ് ചന്ദ്രശേഖരൻ അദ്ദേഹത്തിന്റെ സമയത്തിന്റെ കാര്യമല്ല, അദ്ദേഹത്തിന്റെ ഡേറ്റ ഒന്നും എൻ്റെ കൈ കിട്ടിയിട്ടില്ല. പക്ഷെ നമ്മൾ ഒരു ഇത് വെച്ച് നോക്കുമ്പോൾ ജ്യോതിഷത്തിനകത്ത് നമുക്കിപ്പോൾ ഇവിടെ ആരൊക്കെ ജയിക്കും എന്തൊക്കെ ജയിക്കുമെന്ന് നമുക്കറിയാം. പക്ഷെ എല്ലാവരെയും നമ്മൾ തുല്യരായിട്ട് ശിവദീക്ഷ എടുത്തുകൊണ്ട് എനിക്ക് അങ്ങനെ പറയാൻ പറ്റില്ല, ഒരാളിനെ വേദനിപ്പിക്കാൻ പറ്റില്ല. അതെൻ്റെ കസ്റ്റമറും അതിന് എല്ലാവരും പറയുന്നുണ്ട്, സാർ അത് പറയരുത്, എനിക്ക് 10 വോട്ട് അവർക്ക് കിട്ടും അല്ലെങ്കിൽ 10 വോട്ട് ഇവർക്ക് കിട്ടില്ല. ആ കാരണം കൊണ്ട് ഞാൻ ആ പ്രവചനം ചെയ്യാറില്ല. ഇപ്പം പന്ന്യൻ രവീന്ദ്രൻ തന്നെയാണെങ്കിൽ എനിക്ക് സഹോദര ജ്യേഷ്ഠനെ പോലെയാണ്. അപ്പോൾ എനിക്കത് പറയാൻ പറ്റില്ല. അല്ല, അങ്ങനെ ഉള്ള ഇത് ഇൻഡിവിജ്വലായിട്ട് പറയില്ല. ബാക്കിയുള്ള താങ്കൾ ചോദിച്ചാൽ പറയാം എത്ര സീറ്റ് LDFന് കിട്ടും, എത്ര സീറ്റ്. ഞാൻ അതിലേക്ക് ഞാൻ വരുന്നുണ്ട്. അപ്പം എനിക്കറിയേണ്ടതെന്ന് പറഞ്ഞാൽ ഈ അങ്ങ് പറഞ്ഞതുപോലെ ഈ 2024 വീണ്ടും BJP അധികാരത്തിൽ വരുമ്പോൾ പക്ഷെ കേരളത്തിൽ സാധ്യത ഇല്ലെങ്കിൽ അപ്പോൾ അവരുടെ കേരളത്തിൽ BJPയുടെ ഒരു ഭാവി എന്തായിരിക്കും? കേരളത്തിൽ BJPയുടെ ഭാവി എന്ന് പറഞ്ഞാൽ BJPക്ക് നല്ല ഹാർഡ് വർക്ക് ചെയ്യുന്ന ആൾക്കാരും ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലണം. മനസ്സിലായോ?
അത് ഓരോ മറ്റുള്ള ഇപ്പോൾ ഇടതുപക്ഷ പാർട്ടി ആയാലും ഇടതുപക്ഷമൊക്കെ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ ജനങ്ങൾക്ക് പ്രയോജനം പറഞ്ഞു. ഇലക്ഷൻ്റെ ടൈമിൽ മാത്രം ഒരാൾ വന്നു നിന്നു അങ്ങനെയുള്ളതല്ല ഇതിൻ്റെ കാര്യം. അതെൻ്റെ വ്യക്തിപരമായിട്ടുള്ള കാര്യത്തിൽ പറയുകയാണ്, മനസ്സിലായി. ജനങ്ങളുമായിട്ടുള്ള ഒരു ദിവസം 50 പേരെ ഞാൻ നോക്കും. അപ്പോൾ അങ്ങനെയുള്ള ഒരു ബേസിൽ ജനങ്ങളുടെ ഒരു ഫീഡ്ബാക്ക് എൻ്റേതായ അഭിപ്രായത്തിലും അവർ ആ സമയത്ത് വരരുത്. ഇപ്പോൾ ഒരു കാര്യം ചെയ്യുന്നു, ഫുഡ് കൊടുക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ അവർക്ക് സേവനം ചെയ്യുന്നു, ജനങ്ങ മനസ്സുകളിൽ നമ്മൾ കയറി മാറിയാലേ അത് പറ്റുള്ളൂ, അല്ലാതെ പറ്റും. ഇത് വ്യക്തിപരമായ അഭിപ്രായം. ഇത് വ്യക്തിപരമായ അഭിപ്രായം. പ്രൊഡക്ഷനിലാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയാണ് വരുന്നത്. തിരുവനന്തപുരത്ത് LDF-നോ UDF-നോ ആണ് ചാൻസ്, സാധ്യത കൂടുതൽ. അപ്പോൾ സുരേഷ് ഗോപിക്കും സാധ്യതയില്ല. സുരേഷ് ഗോപിയുടെ നല്ലവണ്ണം ഫൈറ്റ്, അദ്ദേഹം നല്ലൊരു മനുഷ്യനാണ്, എല്ലാം ആണെങ്കിലും ഇപ്പം നമുക്ക് വ്യക്തികളുടെ മുഖം നോക്കി പറയാൻ പറ്റില്ല. ഒരു ശാസ്ത്രം ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് പറയുമ്പോൾ തൃശ്ശൂരിനെ സംബന്ധിച്ചോളം കാണുന്നതെന്ന് പറയുമ്പോൾ സുരേഷ് ഗോപി കൈക്കെത്തിയാലും വായിക്കത്തില്ല എന്നുള്ള രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ ജാതകം. ചോദ്യ നക്ഷത്രമാണ് അദ്ദേഹത്തിന്. പല സ്ഥലങ്ങളിലും അങ്ങനെയാണ്. നല്ലത് ചെയ്താലും ചിലപ്പോൾ മോശം വരുമെന്നുള്ള രീതിയാണ്. ഈ സുരേഷ് ഗോപി തിരുവനന്തപുരത്ത് വന്നിരുന്നെങ്കിൽ സാധ്യത ഉണ്ടാകുമായിരുന്നോ? അങ്ങനല്ല. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, 7 MLA-മാരാണ് ഒരു MP. അപ്പോൾ ഒരു MLA ഇല്ലാത്ത ഒരു വ്യക്തി, കോമൺ സെൻസ് നിങ്ങൾ വിചാരിച്ചാൽ മതി, എന്തൊക്കെ ആയിക്കോട്ടെ, ഒരു MLA ഇല്ലാത്തവർ 7 സ്ഥലത്ത് MLA എങ്ങനെ ഉണ്ട്? ഞാൻ ചോദിക്കുന്നത്, ഒരു MLA ഉണ്ടായിരുന്നു, ആ MLA നഷ്ടപ്പെട്ടു. ഇനി അപ്പം തിരുവനന്തപുരം ഈ കേരളത്തിൽ BJP-ക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ട്, എന്റെ പ്രവചനത്തിൽ പറഞ്ഞിട്ടുണ്ട്, BJP നല്ലതുപോലെ സീറ്റ് നേടുന്നത് 35 സമയമാകും. 2035 തൊട്ട് BJP-ക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും. 2035 കേരളത്തിൽ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ കൂടുതൽ സീറ്റ് കിട്ടുക, അതുവരെ ഇവർ ഹാർഡ് വർക്ക് ചെയ്ത് കാര്യങ്ങൾ ചെയ്തു പോയാൽ, ഞാൻ അന്നേ പ്രവചിച്ചിട്ടുണ്ട്, ഇപ്പോൾ ഉള്ളതല്ല, മുമ്പേ കാലങ്ങളിലെ പ്രവചിച്ചു. 2035 മുതൽ BJP കേരളത്തിൽ വർക്കായി തുടങ്ങും. അപ്പോൾ ഇത്രയും വിശ്വാസിയായ K. സുരേന്ദ്രന് പോലും കേരളത്തിൽ ഒരു ഇമ്പാക്റ്റും കൊണ്ടുവരാൻ പറ്റില്ല. സുരേന്ദ്രൻ്റെ നോക്കിയിട്ടുണ്ടോ? അങ്ങനെയല്ല. സുരേന്ദ്രൻ്റെതും കാര്യം എല്ലാ പേരുടെയും ഡേറ്റകൾ ഞാൻ ഇത് റിസർച്ച് ചെയ്യുന്ന സ്ഥലമാണ്. അപ്പോൾ സുരേന്ദ്രന് ഇപ്പോൾ കഴിഞ്ഞ തവണ ശബരിമല ഇഷ്യൂ നിന്നിട്ട് പോലും അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇത്തവണ അങ്ങനെയുള്ള ഗണപതി ആയാലും എന്തായാലും നമ്മുടെ നാട്ടിലെന്ന് പറഞ്ഞാൽ ഒരു മുസ്ലിമും ഹിന്ദുവും ക്രിസ്ത്യാനികളും ഇവരെ ഒരുപോലെ സഹായിച്ച് മനസ്സിലാക്കി അവരുടെ ജനം മനസ്സുകളിൽ കയറിയെങ്കിൽ മാത്രമേ കേരളത്തിൽ അത് പറ്റൂ, അല്ലാതെ അത് പറ്റൂല. പിന്നെ ഇവരുടെ ഇടയ്ക്ക് തന്നെ ചിലർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പൊളിറ്റിക്സ്, പാരകൾ, കാര്യങ്ങൾ, അവർ വരരുത്, ഇവർ ഇങ്ങനെയുള്ളതെല്ലാം മാറിയിട്ട് ജനമനസ്സുകളിൽ, ഇപ്പോൾ സുരേഷ് ഗോപിയുടെ കാര്യം എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്ത് കുറേ ആൾക്കാർ വന്നു, പക്ഷെ അവരൊന്നും പിടിച്ചത് പൊങ്ങില്ല. എത്രയോ ലക്ഷക്കണക്കിന് വോട്ടാണ് വരുന്നത്, മനസ്സിലായില്ലേ? ഇത് ചിലപ്പോൾ അവർ വരുമ്പോഴത്തേക്ക് അവർ നോക്കുമ്പോൾ അവർ ആ സമയത്ത് പൊളിറ്റിക്സ് കാണിക്കും. ഇപ്പോൾ താങ്കൾ ഒരു ഇടതുപക്ഷക്കാരനാണെങ്കിൽ താങ്കൾ ഇടതുപക്ഷത്തിനെ ചെയ്യും, താങ്കൾ ഒരു BJP-കാരനാണെങ്കിൽ അങ്ങനെ ചെയ്യും. അപ്പം നമ്മുടെ നാട്ടിൽ അതിങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചേക്കാണ്. ഞാനിപ്പോൾ നോർത്ത് ഇന്ത്യയിലൊക്കെ പോകും, അവിടെ മോദി ചെയ്ത കാര്യങ്ങൾ, BJP ചെയ്ത കാര്യങ്ങൾ ഇങ്ങനെയാണ് അവിടെ വരുന്നത്. അവർക്കൊരു ബേസ് ഉണ്ട്, ആ ബേസിനനുസരിച്ചാണ് പോണത്. ഓരോ സ്ഥലങ്ങളിൽ ഓരോ രീതിയുണ്ട്. അപ്പോൾ കലിയുഗ ജ്യോത്സ്യം പറയുന്നത് കേരളത്തിൽ BJP ഒരു ബേസ് ഉണ്ടാക്കിയെടുക്കണം. ബേസ് ഉണ്ടാക്കിയെടുത്താലേ BJP കിട്ടുള്ളൂ. അത് എല്ലാ മതങ്ങളിലേക്കും ചെല്ലണം. മനുഷ്യൻ എന്നുള്ളൊരു കൺസെപ്റ്റിൽ ചെന്നിറങ്ങി ചെയ്താൽ ബേസ് ഉണ്ടാവും. ഇപ്പം നോർത്ത് ഇന്ത്യ, കേരളത്തിൽ സംബന്ധിച്ചോളം 10 പേര് പറയും, ഒരാൾ കേൾക്കും. മറ്റുള്ളിടത്ത് ഒരാൾ പറയും, 10 പേര് കേൾക്കും. നമ്മളെല്ലാ പേരും ബുദ്ധിയുള്ളവരാണ്, മനസ്സിലായില്ലേ? നമ്മൾ ഒരെണ്ണം തീരുമാനിച്ചാൽ നമ്മൾ അതിലേ ചെയ്യും. അതൊരു രീതിയാണ് മലയാളികളെ. ഞാൻ കേരളത്തിൽ LDF UDF ആയിരിക്കും ഷെയർ, ഇത് രണ്ടേ ഷെയർ എടുക്കുന്ന അങ്ങ് പറഞ്ഞു. ഞാൻ ആ നമ്പറിലേക്ക് വരുന്നതിന് മുമ്പ് ഞാൻ ഒരു കാര്യം കൂടെ ചോദിച്ചത്, പിണറായി വിജയനും അതുപോലെ അദ്ദേഹത്തിന്റെ മകളും ഒക്കെ ഇപ്പോൾ വളരെ കേസിലും അതിലും ഇതൊക്കെ ആയിട്ട് വളരെ ഒരു നിർണായക ഘട്ടത്തിൽ നിൽക്കുന്ന ഒരു സമയമാണ്. ശരിക്കും പിണറായി വിജയന്റെ സമയം നല്ലതാണോ? അദ്ദേഹത്തിന്റെ സമയം ഇപ്പോൾ 7 ശനി, ജന്മശനിയുമാണ്. സ്വാഭാവികമായിട്ട് അദ്ദേഹം ചതയ നക്ഷത്രത്തിലാണ് ജനിച്ചിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ എൻ്റെ നക്ഷത്രം ചതയ നക്ഷത്രമാണ്. സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിൻ്റെ ദശാകാലം നല്ലതായിട്ടാണ് കാണുന്നത്. ഗോചരശാസ്ത്രമാണ് മോശമായിട്ട് കാണുന്നത്. ഒരു സൈഡ് നല്ലതായിട്ടും ഒരു സൈഡ് മോശമായിട്ടാണ് വരുന്നത്, അതായത് ജ്യോതിഷ ശാസ്ത്രപ്രകാരം. അപ്പോൾ അതിപ്പോൾ എൻ്റെതായാലും എല്ലാ ചതയ നക്ഷത്രക്കാർക്കും അങ്ങനെയാണ്. പോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മുഖത്തിൻ്റെ ആംഗുലേഷണ ശാസ്ത്രമൊക്കെ വെച്ചിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിനെ സംബന്ധിച്ചോളം അദ്ദേഹത്തിൻ്റെ സമയം നല്ലത് തന്നെ. ഗോചരശാസ്ത്രപ്രകാരം ജന്മശനിയും അതുമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കുറച്ച് ഇത് അനുഭവിക്കേണ്ടി വരും. അപ്പോൾ ഈ ED അങ്ങനെയുള്ളതല്ല. എങ്കിൽ പിന്നെ ഒരുപാട് ആരോപണങ്ങളൊക്കെ വന്നിട്ട് അതൊന്നും ചെയ്തില്ലല്ലോ. അതിനൊക്കെ തെളിവും കാര്യങ്ങളും, അത് സ്വാഭാവികമായിട്ട് നിയമത്തിൻ്റെ വഴിക്ക് സഞ്ചരിക്കും. ഇവരത് നേരിടണമെങ്കിൽ അത് അവരുടെ രീതി, അതെല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെ ബലത്തിൽ അദ്ദേഹത്തിന് മോശമായിട്ടുള്ളവരില്ല. ഇപ്പോൾ ഇടയ്ക്ക് ഒരു വലിയ അമേരിക്കയിൽ നിന്നൊരു മലയാളി റാവു എന്ന് പറഞ്ഞ ഒരാൾ ഇതേപോലെ നടത്തുമ്പോൾ ഭരണം വീഴും എന്നൊക്കെ പറഞ്ഞു. അന്ന് ഞാൻ മാത്രമാണ് പറഞ്ഞത് ഭരണമൊന്നും വീഴത്തില്ല, ഒന്നും സംഭവിക്കാൻ പോകണില്ല എന്ന് പറഞ്ഞു. പിന്നെ 1ാം ഘട്ട പിണറായി വിജയൻ്റെ കാലത്ത് മന്ത്രിസഭ വീഴുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു 5 വർഷം തയ്ക്കുമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ 5 വർഷം തയ്ച്ചു.
ഇപ്പോൾ ഇതിനകത്ത് പറയുന്നു ഇവരെ ഇതാണ്, പക്ഷേ അത് കുറച്ച് കാര്യങ്ങളിൽ ഇങ്ങനെ കുറച്ച് കണ്ട 7-2 ശനിയുടെ ജന്മശനി ആയതുകൊണ്ട് കുറേ അപവാദങ്ങളൊക്കെ കേൾക്കേണ്ടി വരും, കുറേ കാര്യങ്ങൾ ഇതുപോലെയൊക്കെ കേൾക്കേണ്ടി. പക്ഷേ ആള് സേഫാണ്, ആള് കുഴപ്പമൊന്നുമില്ല, പക്കായിട്ട് മുന്നോട്ട് പോകും. ഈ 5 വർഷം അത് ധൈര്യമായിട്ട് തന്നെ അദ്ദേഹം മുന്നോട്ട് പോകും. അപ്പോൾ ഈ നമ്മൾ ലോക്സഭാ ഇലക്ഷൻ LDF UDF കൂടെ ഷെയർ ചെയ്യുമെന്നാണ് അങ്ങ് പറഞ്ഞത്. 19-1 കഴിഞ്ഞ പ്രാവശ്യം, അതായത് LDF 1 സീറ്റും UDF 19 സീറ്റും ആയിരുന്നു കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നത്. ഇത്തവണത്തെ എന്ന് പറയുമ്പോൾ UDF ഒരു 14 സീറ്റിൽ നിൽക്കും, 14, ബാക്കി സീറ്റ് LDF 6 സീറ്റ് LDF പറയുന്നത് 14-6 എന്നുള്ള രീതിയിൽ പോവുള്ളൂ. എന്ന് വെച്ചാൽ ആ ഒരു രീതിക്ക് അനുസരിച്ചാണ്. കഴിഞ്ഞ തവണ കുറേ പ്രോബ്ലങ്ങളും ഉണ്ടായിരുന്നു, പക്ഷേ ഞാനത് കുറേ കാര്യങ്ങൾ ഇങ്ങനെ പ്രശ്നം വെച്ച് നോക്കുമ്പോൾ നമുക്കത് കാണാൻ പറ്റും. അപ്പോൾ ചെയ്യുന്ന സമയത്ത് വെച്ച് നോക്കുമ്പോൾ ഒരു 14-6 എന്ന നിലയിലേ പോവുള്ളൂ. 6 സീറ്റ് LDF ഒരു 6 സീറ്റും UDF ഒരു 14 സീറ്റും കിട്ടാനാണ് ഉറപ്പായിട്ട് ഇങ്ങനെ പറയുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത്, നമ്മുടെ ശാസ്ത്രത്തിൽ കാണാൻ പറ്റുന്നത്. പിന്നെ ഈ കാര്യങ്ങളെന്ന് പറയുമ്പോൾ ഇവിടെ അട്ടിമറികളും കാര്യങ്ങളൊക്കെ സംഭവിക്കും. നേച്ചുറൽ, അതായത് പ്രകൃതിയെക്കുറിച്ചുള്ള പ്രവചനങ്ങൾ മാത്രമേ, അട്ടിമറികളോ അടിയൊഴുക്കുകളോ ഒന്നും നടന്നില്ലെങ്കിൽ ഇതായിരിക്കും അതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ നമുക്ക് പ്രകൃതിയെക്കുറിച്ച് നമുക്കത് നടത്താം. പ്രവചനം ഞാൻ നടത്തിയ പ്രവചനങ്ങൾ 100% ശരിയാണ്. പക്ഷേ ഇലക്ഷന് ഇങ്ങനെയുള്ള മനുഷ്യ സംബന്ധമായിട്ടുള്ള കാര്യം പറയുമ്പോൾ അവിടെ അട്ടിമറികളും കാര്യങ്ങളും നടക്കരുത്. നടന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിനകത്തൊന്നും ചെയ്യാൻ പറ്റില്ല. പ്രകൃതിയിൽ അട്ടിമറി നടക്കില്ല, നമ്മൾ ഷാർപ്പായിട്ട് ചെയ്താൽ 100% കറക്റ്റ് ആയിരിക്കും. പക്ഷേ മനുഷ്യരെ കുറിച്ച് ചെയ്യുന്ന പ്രവചനങ്ങളിൽ അവിടെ അട്ടിമറി നടക്കും, മനുഷ്യന് അത് തിരിച്ചു മാറ്റും. ഈ ജനഹിതം എന്ന് പറയുന്നത് നമ്മൾ പലപ്പോഴും ഈ നേതാക്കന്മാർ, ഇപ്പൊ രാഹുൽ ഗാന്ധിയും അതുപോലെ നരേന്ദ്രമോദിയും സെൻട്രലിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന 2 നേതാക്കന്മാരാണ്. ഇത് പലപ്പോഴും ഈ സർവേ ഒക്കെ എടുക്കുമ്പോഴത്തേന് ഈ നരേന്ദ്രമോദി കുറച്ച് മുന്നിൽ നിൽക്കുകയും രാഹുൽ ഗാന്ധി കുറച്ച് ജനഹിതത്തിൽ കുറച്ച് താഴെ നിൽക്കുകയൊക്കെ ആയിട്ട് തോന്നുന്നുണ്ട്. ശരിക്കും ജ്യോതിഷപരമായിട്ട് രാഹുൽ ഗാന്ധിയാണോ നരേന്ദ്രമോദി? ജ്യോതിഷപരമായിട്ട് ഞാൻ ഈ രാഹുൽ ഗാന്ധിയുടെ ജാതക വിശകലനം നടത്തിയിട്ടുള്ള ഒരാളാണ്. അദ്ദേഹം മൂല നക്ഷത്രത്തിലാണ് ജനിച്ചേക്കുന്നത്. ഒന്നാമതിപ്പോൾ അദ്ദേഹത്തിന് സമയം മോശവും, ശത്രുക്കൾ കുറച്ച് കൂടും, അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കുന്നവർ തന്നെ ചിലപ്പോൾ അദ്ദേഹത്തിനെ പ്രയാസപ്പെടുത്തും. സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിന് ഇപ്പം അതായത് ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ പ്രധാനമന്ത്രി ആവാനുള്ള യോഗം അദ്ദേഹത്തിനൊരു 2035 വരെ ഇല്ല. 35 വരെ ഇല്ല. അത് ഞാൻ ആൾറെഡി പറഞ്ഞതാണ്. അദ്ദേഹത്തിൻ്റെ ജാതകം പരിശോധിച്ചിട്ട് ഡേറ്റ കിട്ടിയത് വെച്ച് യൂട്യൂബിലൂടെ എല്ലാം ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ അദ്ദേഹത്തിന് പ്രധാനമന്ത്രി യോഗം കുറവാണ്. അതാണ് അദ്ദേഹം മൂല നക്ഷത്രത്തിലാണ് ജനിച്ചിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് ഭരണം നടത്തുക എന്നുള്ള, അതായത് മെയിനായിട്ട് നിന്നുകൊണ്ട് ഭരണം നടത്തുക എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ജാതകവശാലില്ല. ജാതകവശാൽ അദ്ദേഹത്തിന് വിവാഹ യോഗമുണ്ടോ? ജാതകവശാൽ അദ്ദേഹത്തിന് കല്യാണം കഴിഞ്ഞിരുന്നെങ്കിൽ 2 വിവാഹത്തിന് യോഗം ഉണ്ടായിരുന്നു. അതാണ് അതിനകത്തുള്ള കാര്യം. അയാൾ കല്യാണം കഴിഞ്ഞെങ്കിൽ 2 വിവാഹത്തിനാണ് യോഗം. പിന്നെ അദ്ദേഹം ഹനുമാന്റെ നക്ഷത്രത്തിൽ ജനിച്ചതാണ്. അപ്പോൾ അതുകൊണ്ട് വിവാഹം ചിലപ്പോൾ നടക്കും, നടക്കില്ല. ജാതകവശാൽ അങ്ങനെ ഉണ്ടെങ്കിലും ചില യോഗങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ നടക്കും, ചിലത് മരിച്ചതിന് ശേഷമായിരിക്കും ആ യോഗം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിൻ്റെ വിവാഹ 7ാം ഭാവം നമ്മൾ പരിശോധിക്കുമ്പോൾ വിവാഹ ജീവിതം പരാജയമായിട്ടാണ് കാണുന്നത്. ദാമ്പത്യ ജീവിതം പരാജയം എന്നുള്ള രീതിയിലാണ്. ഇനി അദ്ദേഹം വിവാഹം കഴിച്ചാലും ചിലപ്പോൾ ആ വിവാഹം നിലനിൽക്കില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സഹോദരി രാഷ്ട്രീയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ എത്രത്തോളം? അദ്ദേഹത്തിൻ്റെ സഹോദരിക്ക് രാഷ്ട്രീയത്തിലേക്ക് ഒരു ഭാവിയുണ്ട്. പക്ഷേ ഇവരുടെ ഈ കോൺഗ്രസിൻ്റെ ഈ നമ്മുടെ എന്താ പറയുക, ഈ നരേന്ദ്രമോദി ഒരു പേഴ്സണലായിട്ടുള്ള ഒരു ഇത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ജനങ്ങളുടെ ഇടയിൽ. ഇപ്പം ഞാൻ നോർത്ത് ഇന്ത്യയിൽ ലോകം മൊത്തം സഞ്ചരിക്കും. ഞാൻ റിലയൻസിൻ്റെ എഞ്ചിനീയർ ആയിരുന്നു. 95 മുതൽ 2000 വരെ റിലയൻസിൻ്റെ എഞ്ചിനീയർ ആയിരുന്നു. അപ്പോൾ എനിക്ക് ഇന്ത്യ മൊത്തം അറിയാം ഇവരുടെ സ്വഭാവ രീതി എങ്ങനെയാണ്. ഇപ്പോൾ മഹാരാഷ്ട്രയുടെ സ്വഭാവം എങ്ങനെ, ഗുജറാത്തിൻ്റെ സ്വഭാവം എങ്ങനെ, മധ്യപ്രദേശിൻ്റെ സ്വഭാവം എങ്ങനെ. ഒരു 10-25-75ഓളം പേരുടെ ഒരു ഷിഫ്റ്റ് എഞ്ചിനീയർ ആയിരുന്ന ആളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് എനിക്കറിയാം ഇവിടെ മനസ്സ് എങ്ങനെയാണെന്ന്. ഇപ്പം മധ്യപ്രദേശിൽ പറയുന്നത് പോലെ കാര്യം ഇവിടെ ഒന്നും പറയാൻ പറ്റില്ല. 2 മനുഷ്യരും തമ്മിൽ വ്യത്യാസമാണ്, അതിൻ്റെ രീതി വ്യത്യാസമാണ്. ഇപ്പം മധ്യപ്രദേശിലൊക്കെ നമ്മൾ പറഞ്ഞാൽ അവർ ആ ഒരു രീതി, അവിടെ ഹിന്ദുത്വം പറഞ്ഞു കഴിഞ്ഞാൽ അത് ഓക്കെയാണ്. മനസ്സിലായി? രാഹുൽ ഗാന്ധിക്കോ അല്ലെങ്കിൽ പ്രിയങ്ക ഗാന്ധിക്കോ നോർത്തിൽ എവിടെങ്കിലും ഒരു സ്ഥലത്ത് മത്സരിച്ച് ജയിക്കുന്ന കാര്യമല്ല. ഇവരെ സംബന്ധിച്ചോളം ഇങ്ങനെ കുറച്ച് പ്രോബ്ലങ്ങളുണ്ട്. അതായത് ഈ ഗ്രഹനിലയൊക്കെ നമ്മൾ നോക്കുമ്പോൾ ഇവർക്ക് രാഷ്ട്രീയപരമായിട്ട് ഉയരാനുള്ളതിൽ കുറച്ച് പ്രോബ്ലങ്ങൾ കാണുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണ് അതിനകത്ത് വരുന്നത്. അപ്പോൾ ആ ഒരു ഇത് വെച്ചിട്ട് അവർ മത്സരിച്ചാൽ ജയിക്കുമെന്ന് ചോദിച്ചാൽ നോർത്ത് ഇന്ത്യയിൽ അവർ മത്സരിച്ചാൽ പലയിടത്തും പരാജയപ്പെടും. അങ്ങനെ ഒരു ബേസ് BJP ഉണ്ടാക്കിയിരിക്കുകയാണ്. അല്ല, ഞാൻ അങ്ങനത്തെ ഒരു കാര്യം കൂടെ ചോദിക്കാം. എന്തായാലും BJPക്ക് ഇപ്പം NDAക്ക് എതിർകക്ഷി എന്ന് പറയുന്നത് ഇപ്പം ഇന്ത്യ മുന്നണിയാണ്. ഇന്ത്യ മുന്നണിയിൽ ഒരുപാട് കക്ഷികൾ ചേർന്നാണ് ഇന്ത്യ മുന്നണി. അതിന് നേതൃത്വം നൽകുന്നത് ആരാണെന്ന് പോലും അവർക്ക് ഇന്നും അവർ തീരുമാനിച്ചിട്ടില്ല. ഈ ഇന്ത്യ മുന്നണിയുടെ ഒരു ഭാവി, എന്ന് പറഞ്ഞാൽ എല്ലാ പേരും മറ്റേ കുരങ്ങൻ്റെ കണ്ണ് എനിക്ക് പ്രധാനമന്ത്രിയാവണം അങ്ങനെയാണ് നിൽക്കുന്നത്. ഇപ്പോൾ അരവിന്ദ് കെജ്രിവാൾ
ഇതുപോലെ കാരാഗ്രഹവാസം ഉണ്ടെന്ന് അദ്ദേഹത്തിൻ്റെ ഇത് ഞാൻ പരിശോധിക്കുമ്പം കണ്ടു. അതായത് നമ്മുടെ ലഗ്നത്തിൽ നിന്ന് 11ലും 12ലും അടുത്തടുത്ത് 2 ഗ്രഹങ്ങൾ, അങ്ങനെ ഒരു കാൽക്കുലേഷൻ ഉണ്ട്. അപ്പോൾ അത് ഒരാൾ ഇതേപോലെ എനിക്ക് ഒരുപാട് പേര് എൻ്റെ അടുത്ത് സംശയം ചോദിക്കും. അപ്പോൾ അതിൽ ഒരു സ്ഥലത്ത് വരുമ്പോൾ കേതുവേ ഉള്ളൂ, ഒരു ഗ്രഹമേ ഉള്ളൂ, കേതു മാത്രമേ ഉള്ളൂ. അപ്പം ഞാനത് നോർത്ത് ഇന്ത്യയിലല്ല കേരളത്തിൻ്റെ ഇത് വെച്ച് നോക്കുമ്പോൾ അവിടെ ഗുളിയനുണ്ട്, നോർത്ത് ഇന്ത്യയിൽ ഗുളിയനില്ല. അതപ്പോൾ ഞാൻ സ്വാഭാവികമായിട്ട് പറഞ്ഞു അരവിന്ദ് കെജ്രിവാളിന് കാരാഗ്രഹം അനുഭവിക്കേണ്ടി വരും എന്ന് ഉറപ്പിച്ച് പറഞ്ഞു. മറ്റുള്ളവർക്കൊക്കെ സംശയമായിരുന്നു. നമ്മൾ അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ നമ്മളത് റിസർച്ച് ചെയ്യുന്നതാണ്. എല്ലാ ആംഗിളും 18 ആംഗിൾ പരിശോധിച്ചുകൊണ്ടാണ് ജ്യോതിഷം പറയുന്നത്. എല്ലാവരും ഒരു ആംഗിൾ നോക്കിയിട്ടാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഇന്ത്യ മുന്നണിയുടെ ഭാവി എന്ന് പറയുമ്പോൾ ഇലക്ഷൻ കഴിയുന്നതോടെ ഒരു പ്രോബ്ലത്തിലാവും, തീരുമാനമാവും ഏകദേശം, അത്രേ ഉള്ളൂ. അപ്പൊ ഈ കാരാഗ്രഹവാസം ഒന്ന് നമ്മുടെ കേജ്രിവാളിനെ കുറിച്ച് പറഞ്ഞു. നിരവധി ഈ നേതാക്കന്മാരിലേക്ക് ഇപ്പൊ കർണാടകത്തിന്റെ കാര്യം എടുത്താലും തമിഴ്നാടിന്റെ കാര്യം എടുത്താലും ശരി, കേരളത്തിന്റെ കാര്യം എടുത്താലും ശരി, നിരവധി ഈ രാജ്യത്തെ എതിർകക്ഷി നേതാക്കന്മാരിലേക്ക് ഈ ED പോലെയുള്ള പിന്നെ അന്വേഷണ ഏജൻസികളെ വിടുന്നുണ്ട്. ഈ കാരാഗ്രഹവാസം കേജ്രിവാളിന് മാത്രമാണോ അത് മറ്റേതെങ്കിലും നേതാക്കന്മാർക്ക്? അല്ല, അത് നിങ്ങൾ പറയുന്നത് ഒരു പൊളിറ്റിക്കൽ സ്റ്റണ്ടാണ്. അത് ഭരിക്കുന്ന പാർട്ടിയുടെ അധികാരം ഉപയോഗിച്ചുകൊണ്ട് അത് ഒരു രീതിയാണ്. അതെന്താണ്, അത് ഔട്ട്സ് ഓഫ് സൈഡാണ്. ശാസ്ത്രത്തിൽ, നമ്മളെ ശാസ്ത്രത്തിൽ അങ്ങനെ നോക്കാൻ പറ്റൂല. അല്ല, അങ്ങ് പറഞ്ഞു കേജ്രിവാളിന്റെ ജാതകം നോക്കുന്ന സമയത്താണ് ഒരു വെള്ളി ഇതുപോലെ അയച്ചു തന്നു. മറ്റേ മനു അങ്ങനെ എന്തോ പറഞ്ഞത് ഉപമുഖ്യമന്ത്രി അകത്ത് പോയപ്പോഴത്തേക്ക് എനിക്കൊരാൾ അയച്ചു തന്നു, ഇദ്ദേഹം അകത്ത് പോകുമെന്ന് ചോദിച്ചുകൊണ്ട് അദ്ദേഹത്തിന് ഗ്രഹനില കിട്ടി. അപ്പോഴാണ് ഞാൻ പറഞ്ഞത് ഇത് അതിനകത്തുണ്ട്. അപ്പോഴും അദ്ദേഹം വലിയൊരു ജ്യോത്സ്യനാണ് നോർത്ത് ഇന്ത്യയിലെ. ഗ്രഹനിലയിൽ നമുക്കത് കാണാൻ പറ്റില്ല. തിരിച്ചു വരാനുള്ള യോഗമുണ്ടോ? അദ്ദേഹം റിക്കവർ ആവും. പക്ഷെ അയാൾക്ക് ഒരു 10 ദിവസമെങ്കിലും ജയിലിൽ കിടക്കാനുള്ള യോഗം ഗ്രഹനിലയിലുണ്ട്. അല്ല, തിരിച്ച് മുഖ്യമന്ത്രിയായി തന്നെ അധികാരത്തിലെത്തി. അത് ഓരോരുത്തരുടെ ഇതല്ലേ. അല്ല, കാരാഗ്രഹം മാത്രമാണ് ചോദിക്കുമ്പോൾ നമ്മൾ കാരാഗ്രഹം ഉണ്ടോ ഇല്ല എന്നുള്ളത് നമ്മൾ പറയുന്നു. ഇപ്പൊ മുഖ്യമന്ത്രിയായിട്ട് തിരിച്ചു വരുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ ഭാവിയിൽ ഒരുപാട് കാര്യം റിട്ടേൺ ആയിട്ട് വരാനുള്ള കേസാണ്. മനസ്സിലായില്ല? മുഖ്യമന്ത്രിയായിട്ട് തിരിച്ച് ഇപ്പോഴും അദ്ദേഹം മുഖ്യമന്ത്രിയായിട്ട് രാജിവെച്ചിട്ടില്ല, ഇപ്പോഴും മുഖ്യമന്ത്രിയല്ലേ. അത് പൊളിറ്റിക്സിനകത്ത് വരുന്ന ഒരു കാര്യമാണ്. അത് നോക്കുകയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. ഇപ്പം താങ്കളുടെ ജോലി കിട്ടുമോ സാർ എന്ന് നോക്കുമ്പോൾ നമ്മൾ ജോലിയെ കുറിച്ച് മാത്രം നോക്കും. എന്നിട്ട് താങ്കൾ എൻ്റെ അടുത്ത് വിവാഹം കഴിക്കുമെന്ന് വെച്ചാൽ അത് നോക്കണം. അതേപോലെ ചിലർ വിളിച്ചൊരു അയാളുടെ ഗ്രഹനില കാണിച്ചിട്ട് ഭാര്യയ്ക്ക് ജോലി കിട്ടുമെന്ന്, അതൊന്നും പറ്റില്ല. ഇതിനകത്ത് നിങ്ങളുടെ രക്തം പരിശോധിച്ചിട്ട് ഭാര്യയുടെ രോഗം പറയാൻ പറ്റില്ല. അതുപോലെ ഓരോരുത്തർക്കും ഓരോ ഗ്രഹനില ഉണ്ട്, അത് നോക്കിയിട്ടാണ് നമ്മൾ പറയുന്നത്. അല്ല, ഞാൻ ഈ പ്രവചനങ്ങളിലേക്ക് നമ്മൾ പോകുമ്പോൾ വീണ്ടും ഞാൻ ഇനി ഇപ്പൊ ഇതിപ്പോ വിഷുക്കാലമാണ്. അങ്ങനെ ആദ്യമേ തന്നെ അങ്ങനെ എടുത്ത് പറഞ്ഞു ഈ ഇടവപ്പാതി വരേണ്ട സമയത്തിന് മുമ്പേ വന്നു. ഇപ്പൊ കൊടും ചൂടാണ്. അതായത് നമുക്ക് അസഹ്യമായ ഈ ഒരു ചൂട്, ക്ലൈമറ്റ്, ഈ പ്രകൃതിയുടെ ഈ ഒരു പ്രതിഭാസം, പ്രകൃതിയുടെ പ്രതിഭാസം എന്ന് പറഞ്ഞാൽ ഈ സൂര്യനൊക്കെ ഇപ്പൊ ചെറുതായിക്കൊണ്ടിരിക്കുകയാണ്. മനസ്സിലായില്ലേ? സൂര്യൻ്റെ അത് ചലനങ്ങൾ, അതിൻ്റെ ഒരു ഇത്, കാലചക്രം മുന്നേ പോകും, നമ്മൾ പിന്നെയാണ് പോകുന്നത്. മനസ്സിലായോ? കാലചക്രം അപ്ഗ്രേഡ് ചെയ്യുന്ന ഞാൻ നോക്കുമ്പോഴത്തേക്ക് ഒരു 30 ദിവസത്തെ വ്യത്യാസമുണ്ട് അപ്ഗ്രേഡിൽ. മനസ്സിലായ? ഇപ്പം നമുക്കത് നോക്കാം, പ്രകൃതി തന്നെ നോക്കാം. പണ്ട് കണിക്കൊന്ന പൂത്തലേണത് ഇതിൽ ഈ സമയത്താണ്. ഇപ്പം നമ്മളത് കൊഴിയാണ് ചെയ്യുന്നത്, മേടമാസം കൊഴി. അപ്പം ഇത് മനുഷ്യൻ അപ്ഗ്രേഡ് ചെയ്യുന്നില്ല, പ്രകൃതി അത് അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടാണ് പോകുന്നത്. അപ്പോൾ അവിടെ ഡിപ്രിസിയേഷൻ ഉണ്ട്. കറങ്ങുന്ന ഗ്രഹങ്ങൾക്കെല്ലാം ഡിപ്രിസിയേഷൻ ഉണ്ട്. ഒരു ഫാന് കറങ്ങിയാലും അതിന് ഡിപ്രിസിയേഷൻ ഉണ്ട്. മനസ്സിലായ? അപ്പം നമ്മൾ സൂര്യൻ ഇത്ര സമയമുള്ളപ്പോഴത്തേക്ക് ഇത്ര ഇതാണ്, ഭൂമി ഇത്രയും വലിപ്പമുള്ളപ്പോൾ ഇത്രയും, അവന് ആ റെവല്യൂഷൻ മാറും. അല്ല, ഈ സൂര്യൻ സ്പീഡ് കുറയും. സൂര്യൻ ചെറുതാവുമ്പോൾ ചൂട് കൂടുന്നതാണ്. അങ്ങനെയല്ല, സൂര്യൻ ചെറുതാവുമ്പോഴത്തേക്ക് അതിൻ്റെതായ പോരായ്മകൾ ഓരോ പാളികളിൽ സംഭവിക്കും. മനസ്സിലായ? അപ്പൊ അത് പ്രകൃതിയെ നല്ലതുപോലെ ബാധിക്കും. ഇപ്പൊ ചന്ദ്രനിൽ തന്നെ മാറ്റങ്ങളുണ്ട്. പണ്ടത്തെ പോലെയല്ല, ഭൂകമ്പം വളരെ വർദ്ധിച്ചിട്ടുണ്ട്. അത് ഭൂമിയും ചന്ദ്രനും സൂര്യനും ഇത് മനസ്സിലാക്കിയിട്ടാണ് ഭൂകമ്പങ്ങളും സുനാമികളും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതിനെക്കുറിച്ച് റിസർച്ച് നടത്തിയപ്പോഴാണ് ഞാൻ പറഞ്ഞ അമേരിക്കയിലുള്ള എൻ്റെ ഒരു കസ്റ്റമർ നാസയ്ക്ക് അത് അയച്ചു കൊടുത്തു. അപ്പം ഞാൻ പറഞ്ഞു, നിങ്ങൾ ഇന്ന ഗ്രഹങ്ങളെ കുറിച്ച് പഠിക്കണം. എപ്പോഴും നമ്മുടെ ആചാര്യന്മാരാണ് ബേസ്. മനസ്സിലായ? ഇപ്പം മുള്ളർ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ അന്ധകാരത്തിൽ ജീവിക്കുന്ന സമയത്ത് വെളിച്ചത്തിൽ ജീവിച്ച ഒരു സമൂഹമുണ്ട്, അത് ഭാരതമാണ്. മനസ്സിലായ? എല്ലാത്തിൻ്റെ ബേസ്. ഇപ്പം നമ്മളൊരു കാര്യം പറയാൻ സാർ ഹൈടെക് ന്യൂസ്, അദ്ദേഹം കുളിക്കുന്ന സമയത്ത് വെള്ളം തറയിലോട്ടാണ് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ അദ്ദേഹം ഒരിടത്ത് ചെന്നിരുന്നു, ഏതോ ഒരു ഗ്രന്ഥത്തിൽ നിന്ന് അയാൾക്ക് ഒരു ഐഡിയ കിട്ടി. ചെന്നിരുന്നപ്പോൾ ഒരു ആപ്പിൾ തറയിൽ വീഴുന്നു, അപ്പോൾ ഐഡിയ പുള്ളിക്ക് കിട്ടി. നമുക്ക് ഏതെങ്കിലും ഒരു കാര്യത്തിനെ കുറിച്ച് ഐഡിയ കിട്ടുമ്പോഴാണ് നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കണത്, അല്ലാതെ നമ്മൾ ചിന്തിക്കില്ല. അപ്പോൾ വഴി കാട്ടുന്നത് എപ്പോഴും ഇവരാണ്. കണ്ണടച്ചിരുന്ന് ലോകം കാണുന്നത് ആചാര്യന്മാരുടെ ഒരു രീതിയാണ്. അവർക്ക് ഗ്രഹങ്ങൾ പണ്ടുള്ള ഇത് ചൊവ്വ ഗ്രഹം എന്ന് പറയുന്നത് ചുമന്ന ഗ്രഹമാണെന്ന് പറഞ്ഞത് ഒരു ടെക്നോളജി ഇല്ലാതെയാണ് പറഞ്ഞത്. അതുപോലെ ഭൂമിയുടെ ചുറ്റളവ്, അതെല്ലാം വളരെ ഷാർപ്പ്. ശാസ്ത്രം നോക്കിയപ്പോൾ പിന്നെ കുറച്ച് നാഴിക വ്യത്യാസമുള്ള എല്ലാ ആധുനിക ടെക്നോളജി ഉപയോഗിച്ചിട്ട്. അപ്പോൾ അത് നമ്മളെ പോലുള്ള ഒരു ആചാര്യന്, ഒരു മാസ്റ്റർ ബ്രെയിൻ, അവൻ വർക്കൗട്ട് ചെയ്ത് ഉണ്ടാവുന്ന ഒരു മാസ്റ്റർ ബ്രെയിനിലാണ് അവൻ്റെ കാൽക്കുലേഷൻ.
പറഞ്ഞാൽ മനസ്സിലായോ? അപ്പോൾ ഈ ക്ലൈമറ്റിനെ കുറിച്ച് ക്ലൈമറ്റിൻ്റെ എന്ന് പറയുമ്പോഴത്തേക്ക് ചില സ്ഥലങ്ങളിൽ ചൂട് കൂടും, ചില സ്ഥലങ്ങളിൽ തണുപ്പ് വരും. ക്ലൈമറ്റ് ദിവസം എന്ന് പറഞ്ഞാൽ അതാണ് പറഞ്ഞ പ്രകൃതി അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. മനുഷ്യനാണ് ഇതിനെ നശിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നത്. അപ്പം മനുഷ്യൻ നശിപ്പിക്കുമ്പം പ്രകൃതിക്ക് അത് സംഭവിക്കുന്നു മാറ്റങ്ങൾ. ഇപ്പോൾ പണ്ട് മരങ്ങളും വൃക്ഷങ്ങളും ഇല്ലേ, ഇന്ന് ഫ്ലാറ്റുകളും കാര്യങ്ങളും സെറ്റപ്പുകളും എല്ലാം നടക്കണം. അപ്പോൾ അത്രത്തോളം ഇപ്പം ഇത് നമ്മുടെ വന്നു, മഹാപ്രളയം വന്നു. മഹാപ്രളയം വന്നപ്പോൾ ഞാൻ പറഞ്ഞു ഇനി അടുത്ത 12 വർഷത്തിന് ശേഷമാണ് അത് വരാൻ പോകുന്നത്. ഇനി വന്നു, അല്ലാതെ മഹാപ്രളയം ഇനി വരില്ല എന്ന് ഞാൻ അന്ന് തന്നെ കാൽക്കുലേറ്റ് ചെയ്ത് പറഞ്ഞു. മനസ്സിലായി? അന്ന് വേലിയേറ്റത്തിൻ്റെ സമയമായിരുന്നു. ചന്ദ്രൻ്റെ സ്ഥിതി വെച്ച് നോക്കുമ്പോൾ വേലിയേറ്റമായിരുന്നു. കടലിൽ നിന്ന് വെള്ളം ഇങ്ങോട്ടേ വരൂ, കടലെടുക്കില്ല. അപ്പോൾ ആ സമയത്ത് ഡാം തുറന്ന് വിടുമ്പോഴത്തേക്ക് ഇങ്ങോട്ടേ പുഷ് ചെയ്യുള്ളൂ. പറഞ്ഞ മനസ്സിലായ? അതാണ് പ്രോബ്ലം. അത് നമ്മൾ മനസ്സിലാക്കണമായിരുന്നു. അതുകൊണ്ടാണ് അവിടെ നമുക്ക് മഹാപ്രളയം നേരിടേണ്ടി വന്നത്. അല്ല, ഈ ചൂട് സഹിക്കാൻ വയ്യാത്തോണ്ടാണ് ചോദിക്കുന്നത്. ചൂട് സഹിക്കാൻ വയ്യാത്തതെന്ന് പറഞ്ഞാൽ കാലാകാലങ്ങളിൽ നമ്മളത് അനുഭവിച്ച് തന്നെ തീർക്കണം. കാര്യം എന്താണെന്ന് വെച്ചാൽ പ്രകൃതി അത് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുമ്പോൾ അത് സംഭവിക്കും. അതായത് നമ്മൾ ചെയ്യുന്ന കാലത്തിൻ്റെ പ്രോബ്ലമാണ് വരുന്നത്. പ്രകൃതിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ തന്നെ അങ്ങനെയാണ് സംഭവിക്കുന്നത്. ഈ ഭൂമിയും സൂര്യനും ചന്ദ്രനും വെച്ച് നോക്കുമ്പോഴത്തേക്കും മനുഷ്യരുടെ പ്രോബ്ലമാണ്. ഇപ്പോൾ സയൻസ് പരമായിട്ട് നമ്മളൊരു ഇത് വെച്ച് ചിന്തിക്കുമ്പോൾ, കോമൺ സെൻസ് വെച്ച് ചിന്തിക്കുമ്പോൾ, മനുഷ്യൻ ഓരോ സ്ഥലങ്ങൾ കെട്ടിയടക്കപ്പെട്ടിരിക്കുന്നു. വാസസ്ഥലത്തിന് വേണ്ടി പല സ്ഥലങ്ങളും നശിപ്പിച്ചിരിക്കുന്നു, പ്രകൃതിയെ ദ്രോഹിച്ചിരിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് പ്രകൃതിയിൽ മാറ്റം ഉണ്ടാവും, ചൂട് വർദ്ധിക്കും. അതൊക്കെ ഓക്കെ തന്നെ. നമ്മൾ കാലാകാലത്തിനനുസരിച്ച് നമുക്ക് ഓരോ കാര്യങ്ങൾ പണ്ടൊക്കെ നമ്മളെ കൊച്ചിലേക്ക് പറയും പെട്രോൾ കിട്ടില്ല, അതുകൊണ്ട് വണ്ടിയൊക്കെ നിന്ന് പോകുന്നു. ഇപ്പോൾ പെട്രോളിൻ്റെ ആവശ്യമേ വരാതെ പുതിയ ടെക്നോളജി വന്നു. നമ്മളെ പടച്ചവൻ, അതായത് നമ്മളെ സൃഷ്ടിച്ചവൻ കാലാകാലങ്ങളിൽ നമുക്ക് ഓരോന്ന് തന്നുകൊണ്ടിരിക്കും. ഇതിൽ നിന്ന് ചൂട് വന്നാലും മനുഷ്യൻ അതിനെ ജീവിക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ കണ്ടുപിടിച്ചുകൊണ്ടേയിരിക്കും. അത് നമ്മുടെ ഉടയനാണ്. ദ മാൻ പ്രൊപ്പോസ്, ദ ഗോഡ് ഡിസ്പോസ്. ഓക്കെ, ഇതിപ്പം വിഷു കാലമാണ്. വിഷു എന്ന് പറയുമ്പോഴത്തേന് സ്വാഭാവികമായിട്ട് ഒരു വർഷത്തേക്കുള്ള പ്രവചനങ്ങളും അല്ലെങ്കിൽ ഒരു വർഷത്തേക്കുള്ള നമ്മുടെ ഭാവി കാര്യങ്ങൾ എല്ലാ നക്ഷത്രത്തിനെ കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. എല്ലാവരും ഗോചരശാസ്ത്രം വെച്ചാണ് പറയണത്. ഞാൻ ദശാനാഥനെ വെച്ചിട്ടാണ് പറയുന്നത്. ഏതൊക്കെ നാളുകാർക്കാണ് ഈ വിഷു കാലം ഗുണമാകുന്നത്? അത് ആൾറെഡി ഞാൻ അതിനകത്ത് പറഞ്ഞു കഴിഞ്ഞു. അതായത് യൂട്യൂബിൽ കിടപ്പുണ്ട്. എങ്കിലും ഗുണമാണെന്നുണ്ടെങ്കിലും അശ്വതി നല്ലതായിട്ട് വരും, ഭരണി നല്ലതായിട്ട് വരും, പിന്നെ വന്നിട്ട് നമ്മുടെ തിരുവാതിര, പുണർദം, അങ്ങനെ പോകുന്ന നക്ഷത്രങ്ങളെല്ലാം ആൾറെഡി 27 എണ്ണത്തിലും അവർക്ക് നല്ലതായിട്ട് വരും. ഓരോ 3 നക്ഷത്രങ്ങളെ വെച്ച് അത് ചെയ്ത് കഴിയും. തിരുവോണം എങ്ങനെയുണ്ട്? തിരുവോണത്തിനെ സംബന്ധിച്ചോളം തിരുവോണത്തിന് ഇപ്പോൾ 7-2 ശനിയാണ് വരുന്നത്. ചോദിക്കണ്ടായിരുന്നു. അല്ല, അവർ മഹാവിഷ്ണുവിന്റെ നക്ഷത്രമാണ്. അവർ രക്ഷപ്പെടുക. ഇവർ മനസ്സിനകത്ത് വെച്ചിരിക്കും കാര്യങ്ങൾ പുറത്ത് പ്രകടിപ്പിക്കില്ല. അങ്ങനെയൊക്കെ കുറെ കാര്യങ്ങളുണ്ട്. എല്ലാം പറയണ്ട. അപ്പോ ഈ ഒരു വർഷം, അടുത്തൊരു വർഷം മൊത്തത്തിൽ ഈ കേരളത്തിലെ ജനങ്ങൾക്ക് എങ്ങനെ ഉണ്ടാവും അവരുടെ ഒരു ഫ്യൂച്ചർ? കേരളത്തിലെ ജനങ്ങളുടെ ഫ്യൂച്ചർ എന്ന് പറഞ്ഞാൽ ഇവിടെ ഞാൻ പറയുന്നത് ഒരു ശാസ്ത്രം എന്ന് പറയുന്നത് ഇന്ന് ലോകത്ത് കാര്യങ്ങൾ മുൻകൂട്ടി പറയുന്ന ഒരു ശാസ്ത്രം ജ്യോതിഷം മാത്രമേ ഉള്ളൂ. അതിപ്പോൾ കേരളത്തിൽ മാത്രം ഒതുങ്ങിയിരിക്കണം. അറേബ്യൻ ജ്യോതിഷമുണ്ട്, പാശ്ചാത്യ ജ്യോതിഷമുണ്ട്, ലോകമൊത്ത ജ്യോതിഷമുണ്ട്. അതാണ് ഇന്ന് ലോകത്ത് മുൻകൂട്ടി പറയാം. വേറെ അല്ലാതെ ഒരു ശാസ്ത്രവും ഇല്ല ലോകത്ത് കാര്യങ്ങൾ മുൻകൂട്ടി പറയാൻ വേണ്ടി. അപ്പം നമ്മുടെ രാജ്യത്തിനെ സംബന്ധിച്ചോളം ഞാൻ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ കേരളത്തിലാണെങ്കിൽ നിങ്ങൾ തീപിടുത്തങ്ങളെക്കുറിച്ച് ശ്രദ്ധിക്കണം, മുങ്ങി മരണങ്ങളെക്കുറിച്ച് ശ്രദ്ധിക്കണം, അരുങ്കൊലകൾ സംഭവിക്കും. ഇതൊക്കെ കൂടുതൽ നമ്മുടെ നാട്ടിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ജനങ്ങളുടെ മൈൻഡ് സെറ്റ് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് എല്ലാവർക്കും ഒരാൾ ചത്തുപോയി കഴിഞ്ഞാൽ പ്രയാസമില്ല. 10,000 രൂപ പോക്കറ്റിൽ നിന്ന് പോയി കഴിഞ്ഞാൽ അവൻ കരഞ്ഞുകൊണ്ടിരിക്കും. മനസ്സിലായില്ലേ? അപ്പോൾ പണത്തിന് മേലെ ലോകം സഞ്ചരിക്കുന്ന ഒരു കാര്യത്തിലാണ്. ഇപ്പം ഞാൻ ദുബായിലൊക്കെ പോകുമ്പോൾ എക്സിക്യൂട്ടീവ് ക്ലാസ്സിലുള്ളവർക്ക് വേറെ വഴിയാണ് നടക്കാൻ. എക്കോണമിയിലുള്ളവർക്ക് അവിടെ ചെല്ലുമ്പോൾ ഞാൻ വിചാരിക്കും മനുഷ്യനൊന്നും അല്ല വില. ശരിക്കും പറഞ്ഞാൽ പൈസയാണ് ഈ ലോകം നിയന്ത്രിക്കുന്നതെന്നുള്ള ബേസിലാണ് പോണത്. അപ്പം മനുഷ്യർ അതിനനുസരിച്ച് ടെൻഷനും കാര്യവും ഒക്കെയാണ് മനുഷ്യൻ. ഒരു ദുർബല നിമിഷത്തിൽ അവൻ എന്ത് ചെയ്തു പോവുകയാണ്. അതാണ് മെയിനായിട്ടുള്ള കാര്യം. ഇപ്പം ഞാനൊരു ആസ്ട്രോ സൈക്കോളജിസ്റ്റ് ആയതുകൊണ്ട് എനിക്കത് അറിയാൻ പറ്റും. ലോകത്ത് നടക്കുന്ന കാര്യങ്ങൾ കേട്ട് എനിക്ക് വല്ലാത്തൊരവസ്ഥയാണ് ഓരോരുത്തർ വന്ന് പറയുന്നത്. അവരാരും ഇവിടെ വന്ന് കള്ളം പറയില്ല, സത്യമേ പറയുള്ളൂ. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ ലോകത്ത് നടക്കുന്നതെന്ന് മനുഷ്യൻ മൃഗങ്ങളെക്കാളും മോശമാവുന്ന കാലമാണ്. മൃഗങ്ങൾക്ക് പോലും തിരിച്ചറിവുണ്ട്. മനസ്സിലായില്ലേ? ഇപ്പോൾ ഇന്നാൾ തന്നെ ഒരു ഇത് വന്നിട്ട് സ്വന്തം അച്ഛൻ മകളെ 12 വയസ്സിൽ പീഡിപ്പിച്ചിട്ട് 6 വർഷം പീഡിപ്പിച്ചിട്ട് അമ്മയടുത്ത് പറഞ്ഞിട്ട് അമ്മ മനസ്സിലാക്കണില്ല. ഞാൻ മെനിഞ്ഞാന്ന് കൗൺസിൽ ചെയ്തതാണ് ഇന്ത്യക്കകത്ത് ഒരു സംസ്ഥാനത്ത്. അപ്പോൾ അത് മനസ്സിലാവുന്നില്ല ആ കുട്ടി പറഞ്ഞതിന് ശേഷം. അപ്പം അവളുടെ മനസ്സിൽ മുറിവേറ്റ് ഇന്ന് അവൾക്ക് പുരുഷന്മാരുടെ വെറുപ്പാണ്. എന്നിട്ട് അവർ ആ കുടുംബം ഇതാക്കി മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. അപ്പം ഇത് മൃഗങ്ങളിലാണെങ്കിലും കൊച്ചു മൃഗങ്ങളെ അവർ ഉപദ്രവിക്കില്ല. പ്രായപൂർത്തിയായതിനു ശേഷമേ അവർ ഒരു ഇതായിട്ട് തിരിച്ചറിവില്ലാത്തതുകൊണ്ട് വരുള്ളൂ. മനുഷ്യൻ ഇത്രയും ബുദ്ധി ഉണ്ടായിട്ട് അവനിങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. മനുഷ്യൻ്റെ മൈൻഡ് സെറ്റാണ്. കലികാലത്തിൽ ഇതൊക്കെ സംഭവിക്കുമെന്ന് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ആചാര്യന്മാർ പറഞ്ഞിട്ടുണ്ട്. അത് തന്നെയാണ് ഇന്ന് നടക്കുന്നത്.
അപ്പൊ ഈ ഞാൻ ചോദിക്കുന്നത് നമ്മുടെ ഈ കേരളത്തിന്റെ ഈ ഒരു പോക്ക്, അതായത് ഇപ്പൊ നമുക്ക് ഏറ്റവും കൂടുതൽ ഇവിടെ കാണാം നരബലി, അതുപോലെ ബ്ലാക്ക് മാജിക്, ഇതിലേക്കൊക്കെ ആൾക്കാർ ഭയങ്കരമായിട്ട് പോകുന്നുണ്ട്. അപ്പൊ ആ ഒരു ആഭിചാര അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ക്രിയകളോട് അങ്ങനത്തെ കലിക ജ്യോതിഷ ശാസ്ത്രം എന്ന് പറയുന്നത് അന്ധവിശ്വാസങ്ങൾക്ക് അനാചാരങ്ങൾക്ക് എതിരാണ്. അതെൻ്റെ ഭഗവാനും അങ്ങനെയാണ്. മഹാദേവൻ എന്ന് പറഞ്ഞാൽ സർവ്വജീവജാലങ്ങളെ തുല്യനായി കാണും. ഇത് കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഞാൻ ഇസ്ലാം ആയാലും ക്രിസ്ത്യാനി ആയാലും എല്ലാം അവരവരുടെ രീതിക്കാണ് ചെയ്യണം. ആരും കൺവേർട്ട് ചെയ്യാനോ അങ്ങനെ ഒന്നും ചെയ്യില്ല. അതിവിടെ വരുന്ന മുസ്ലിങ്ങൾ ധൈര്യമായിട്ട് വരും, ക്രിസ്ത്യാനികൾ വരും, എല്ലാം ബൈബിളും ഖുറാനിലുള്ള കാര്യങ്ങളാണ് അവർക്ക് പറഞ്ഞു കൊടുക്കുന്നത്. അതുപോലെ സ്വാഭാവികമായിട്ടും നമ്മൾ എത്ര പഠിച്ചാലും ആർത്തി എന്ന് പറയുന്നൊരു കാര്യമുണ്ട്. ഈ നരബലി എന്ന് പറഞ്ഞാൽ അതിൻ്റെ റൂട്ട് എന്താണെന്ന് ആർക്കും മനസ്സിലാവുന്നില്ല. ഇപ്പം താങ്കൾക്ക് ഒരു കാര്യം ചെയ്യാം. താങ്കൾ ഇപ്പം സിനിമ നോക്കും, നരേന്ദ്രപ്രസാദ്, അയാൾ തന്നെ കൊല ചെയ്തിട്ട് അയാൾ തന്നെ റീത്തുവാറ്റാ വീട്ടിൽ പോകും. ഇന്നത്തെ മനുഷ്യരെല്ലാം സൈലൻറ്റ് കില്ലർമാരാണ്. അവരുടെ സ്വാർത്ഥ കാര്യം ഇതാണോ എന്നുള്ളത് പലതും തെറ്റാണ്. ഇതിൻ്റെ യഥാർത്ഥ കാരണം റൂട്ട് നമ്മൾ അന്വേഷിച്ച് പോകുന്നില്ല. ഓരോരുത്തർ പറയുന്നത് നമ്മൾ വിശ്വസിക്കുന്നു. ഇപ്പോൾ താങ്കൾ ഒരു കാര്യം പറയുന്നു, ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കുന്നു, ഞാനിങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞു, പിന്നെ അതിനപ്പുറം ഒരു അന്വേഷണം പോവില്ല, അവിടെ വെച്ച് മതിയാക്കുകയാണ്. ഈ നരബലി എന്തുകൊണ്ട് ചെയ്തു? ഇപ്പോൾ ഇവിടെ ഒരു ബ്ലാക്ക് മാജിക്കിൻ്റെ കാര്യം പറഞ്ഞു, 3 പേര് മരിച്ചു. അതിൻ്റെ യഥാർത്ഥ റീസൺ എന്താണെന്ന് ആരും കണ്ടുപിടിക്കുന്നില്ല. അവർ ഇതുപോലെ പോയി സെർച്ച് ചെയ്തു, അത് നോക്കി, യൂട്യൂബിൽ നോക്കി, അതൊക്കെ വെച്ചാണ് നോക്കുന്നത്. ഇപ്പോൾ 2 സ്ത്രീയും ഒരു പുരുഷനുമാണ്. ഇതിനിടയിൽ വേറെ പ്രണയമോ കാര്യമോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതിലേക്ക് കൊണ്ടുവന്ന് അതിനെ ട്രാപ്പ് ചെയ്യുന്ന ബുദ്ധിയുള്ള മനുഷ്യരില്ലേ? ജീവൻ നഷ്ടപ്പെട്ടല്ലോ. അല്ല, ജീവൻ നഷ്ടപ്പെട്ടതാണെങ്കിൽ അങ്ങനെയൊക്കെ മൈൻഡുള്ള ആൾക്കാരുണ്ട്. അതായത് ഇതിലേക്ക് വെച്ചു കൊടുക്കുക, അതിലേക്ക് വെക്കുക. അപ്പം മരിച്ചവരടുത്ത് നമുക്ക് ചോദിക്കാൻ പറ്റില്ല. അപ്പം അവർ സെർച്ച് ചെയ്തു, ഇപ്പം ഞാൻ മരിക്കുന്ന മുമ്പേ ഒരു കാര്യം സെർച്ച് ചെയ്തു എന്ന് പറഞ്ഞാൽ അത് തന്നെ എൻ്റെ കാരണമാവണമെന്നില്ല. അവിടെയാണ് നമ്മുടെ അന്വേഷണം നടക്കേണ്ടത്. യഥാർത്ഥ കാരണം ചിലപ്പോൾ അതായിരിക്കില്ല, കാരണം ചിലപ്പോൾ അതായിരിക്കില്ല. നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്ന ഇതാണ്. നമ്മൾ ആരെടുത്ത് പോയി ചോദിക്കും. അപ്പം അവരിങ്ങനെ സെർച്ച് ചെയ്തു, അപ്പോൾ നമ്മൾ അത് ബേസ് ചെയ്ത് പിടിക്കാൻ പറ്റില്ല. അല്ല, ശരിക്കും ഈ ബ്ലാക്ക് മാജിക്കിലൂടെ അവർ നമ്മൾ എക്സ്പെക്ട് ഈ ബ്ലാക്ക് മാജിക് എന്ന് പറയുന്ന ഒരു സംഭവം ഇല്ല. ഞാനൊരു കാര്യം പറയല്ല, ബ്ലാക്ക് മാജിക് എന്ന് പറയുന്ന ഒരു സംഭവം ഇല്ല. പ്രാചീന കാലത്ത് മനുഷ്യർക്ക് ബുദ്ധി സാമർഥ്യം ഇല്ലാതെ വന്നപ്പോൾ മറ്റുള്ളവർ, അതായത് ഉയർന്ന ജാതിയിലുള്ളവരോ മറ്റുള്ളവരോ താഴ്ന്ന ജാതിയിലുള്ളവരോ ഭയപ്പെടുത്താൻ വേണ്ടി ചെയ്ത ഒരു സാധനമാണ് ഈ ബ്ലാക്ക് മാജിക്. ഈ ബ്ലാക്ക് മാജിക് ഒന്നുമില്ല. ഞാൻ പലരിടത്തും പറഞ്ഞിട്ടുണ്ട്, എനിക്കെതിരെ ആർക്കെങ്കിലും ബ്ലാക്ക് മാജിക് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്തോളൂ, മനസ്സിലായ? എന്നിട്ട് എനിക്ക് ബ്ലാക്ക് മാജിക്കിനെ പേടിയില്ലാത്തിടത്തോളം കാലം ആരെന്ത് ചെയ്താലും എനിക്ക് എഫക്റ്റ് ചെയ്യില്ല. ഭയമുള്ളവരെയാണ് നമുക്കത് ചെയ്യുന്നത്. ഇപ്പം കുറേ ആൾക്കാർ ഇവിടെ വരുന്നത്, ഇന്നാളൊരു കുപ്രസിദ്ധ ഗുണ്ടായത് നോക്കാൻ വന്നിരുന്നു. അപ്പോൾ അവൻ പറയണത് എന്നെ എല്ലാവർക്കും ഭയമുണ്ട്, അത്രയും നാൾ ഞാൻ ഗുണ്ടയാണ്, ഇനി അവർക്ക് ആ ഭയം ഇല്ലെങ്കിൽ ഞാൻ ഗുണ്ടയല്ല, എനിക്ക് സമ്മതിച്ചോളം എനിക്ക് ഭയമാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ എപ്പോഴാണ് എല്ലാവരും നമ്മൾ ഇതിൽ നിന്ന് നല്ലതാവാന്ന് വിചാരിച്ചാലും മറ്റുള്ളവർ ചിലപ്പോൾ നമ്മളെ ഉപദ്രവിക്കും. അവൻ നല്ലൊരു വ്യക്തിയായി ഇപ്പം നല്ല രീതിയിൽ പോകുന്ന ഒരു വ്യക്തിയാണ്, ആ പരിപാടി ഒന്നുമില്ല. അപ്പോൾ അങ്ങനെയാണ് പുള്ളി പറയുന്നത്. അപ്പോൾ ഭയമാണ്, മറ്റുള്ളവരെ ഭയമാണ് നമ്മൾ മോലെടുക്കുന്നത്. ഭയം ഇല്ലാത്തവനൊന്നും പറയില്ല. ഇപ്പം നിങ്ങൾ ബോംബെ ചെന്ന് ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്, ഒരുത്തം വന്ന് എന്താണെന്ന് വെച്ച് ചൗക്കൂറ്റിയിട്ട് നിങ്ങൾ അടിച്ചു കൊടുത്തു. കുറേ കഴിഞ്ഞാൽ ചായക്കടക്കാരൻ പറയണ ഇവിടുത്തെ ദാതയാണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഭയം തുടങ്ങും, അല്ലേ? അതാണ് അതിൻ്റെ കാര്യം. എല്ലാ മനുഷ്യർക്കും അങ്ങനെയാണ്. അവൻ്റെ തലച്ചോറിനൊരു ഇപ്പം നിങ്ങളൊരു കടയിൽ കയറി ആഹാരം കഴിച്ചു, ചുമ്മാ ഇറങ്ങിപ്പോയി, ഒരു കുഴപ്പമില്ല. നിങ്ങൾ ദോശ കഴിച്ചിട്ട് ഇറങ്ങി പോകുമ്പോൾ ആ സാമ്പാറിലെ പല്ലി എടുത്ത് കളഞ്ഞാന്ന് വെച്ചാൽ ഒരുത്തൻ ചോദിച്ചാൽ നിങ്ങൾ ഒമിറ്റ് ചെയ്യും. അതാണ് നമ്മുടെ തലച്ചോറിൻ്റെ ഒരു പവർ എന്ന് പറയുന്നത്. മനസ്സിലായി? അറിഞ്ഞാൽ കുഴപ്പം, അറിഞ്ഞില്ലേ കുഴപ്പം. ഇപ്പോൾ ബെറോട്ട അടിക്കണം, നമ്മൾ സുഖമായിട്ട് വാങ്ങിച്ച് കഴിക്കുന്നു, അറിയാനില്ല. അപ്പം അങ്ങനെ നമുക്ക് കഴിക്കാൻ പറ്റില്ല, നമ്മൾ കഴിക്കില്ല ബെറോട്ട. ഇനി കണ്ടില്ലെങ്കിൽ മറ്റോ കൊണ്ടുതരികയാണെങ്കിൽ നമ്മൾ വാങ്ങിച്ച് സുഖമായിട്ട് കഴിക്കും. അപ്പം മനുഷ്യൻ്റെ തലച്ചോറിനൊരു പ്രത്യേകതയുണ്ട്. കാണാത്തതൊന്നും നമ്മൾ വിശ്വസിക്കേണ്ട. അതെങ്ങനെ നമ്മൾ വിശ്വസിക്കുന്നത്? അന്നും പറഞ്ഞ് നമ്മൾ കാണാത്തതെന്ന് പറഞ്ഞ് ഇല്ല എന്നില്ല. ഇപ്പം നമ്മൾ അപ്പൻ്റെ മുത്തച്ഛനെയൊന്നും കണ്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ അവരില്ല എന്നുള്ളതില്ല. പിന്നെ നമ്മൾ കാണണത് തന്നെ ശരിയാവണമെന്നില്ല. സൂര്യൻ കിഴക്ക് ഉദിക്കണോ പടിഞ്ഞാറ് അസ്തമിക്കണോ, യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരു പ്രോസസ്സ് ഇല്ല. ഉണ്ടാ? സൂര്യൻ അവിടെ തന്നെയാണ് നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ കിഴക്ക് പടിഞ്ഞാറൊക്കെ വെച്ച് കാൽക്കുലേറ്റ് ചെയ്ത്, ഇപ്പം നിങ്ങൾ ഇവിടെ നിന്ന് പോകുമ്പോൾ ഇടത് സൈഡ്, അവിടെ നിന്ന് വരുമ്പോൾ വലത് സൈഡ്, ഇതിൻ്റെ സൈഡ് ഏതാണ്? ഇന്ന് നരേന്ദ്രമോദി പാർലമെൻറ്റ് മന്ദിരം ഉദ്ഘാടനം ചെയ്തപ്പോൾ എല്ലാവരും പറഞ്ഞു അത് മോശമാണെന്ന്. ഞാൻ പറഞ്ഞു ഒരു മോശമില്ല, പഞ്ചഭൂത സ്വാതന്ത്ര്യം ഉണ്ടായാൽ മതി. വാസ്തുവിനകത്ത് മെയിനായിട്ട് ഒരു ദോഷമില്ല, ഇടിച്ചു കെട്ടണം അങ്ങനെയൊന്നും പറയുന്നത് തെറ്റാണ്, അത് ചെയ്യാൻ പാടില്ല. പഞ്ചഭൂതത്തിന് സഞ്ചാര സ്വാതന്ത്ര്യം ഉണ്ടാവണം. ഇതാണ് വർഷങ്ങൾക്ക് മുമ്പുള്ള ഗ്രന്ഥങ്ങളിൽ പറഞ്ഞേക്കണം. ആകാശം, അഗ്നി, ഭൂമി, വായു, ജലം, ഇതിന് സഞ്ചാര സ്വാതന്ത്ര്യം ഉണ്ടായി കഴിഞ്ഞാൽ കുഴപ്പമില്ല. അപ്പോൾ പാർലമെന്റ് മന്ദിരത്തിന് ഒരു കുഴപ്പമില്ല. എന്നുവെച്ചാൽ അതിനകത്ത് ഇത് സ്വാതന്ത്ര്യമുണ്ട്. ഇതിൻ്റെ അത് പൂർത്തീകരിക്കില്ല എന്നാണ് പല ജ്യോതിഷന്മാരും പറഞ്ഞത്. അതിന് പഞ്ചഭൂത സ്വാതന്ത്ര്യമുണ്ട്. അങ്ങേപോലുള്ള ഒരാൾ അവിടെയും സഹായിക്കാനുണ്ടെന്ന് തോന്നുന്നു. അത് കറക്റ്റായിട്ടുള്ളത്. എൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു ഡേറ്റ ചോദിച്ചിട്ട് ഞാൻ അതിനെക്കുറിച്ച് വീഡിയോ ഇടും, എല്ലാ കാര്യത്തിനെ കുറിച്ച് വീഡിയോ ഇടും. ചിലരിവിടെ വന്നിട്ട് പറയും, സാർ അത് വാസ്തു കംപ്ലൈൻ്റ് ആണ്, ലക്ഷങ്ങൾ മുടച്ച് ഇടിക്കും, അങ്ങനെ ഇടിക്കരുതെന്ന് പറയും. ഒരിക്കലും നിങ്ങൾ ഇടിക്കരുതെന്ന് പറയും. അത് ഇടിക്കേണ്ട ആവശ്യമില്ല. ഇപ്പം നമ്മുടെ ഇവിടുത്തെ കന്യമൂല വേറെയാണ്,
തമിഴ്നാട്ടിൽ പോയാൽ കന്യാകുമാരി വേറെയാണ്. പണ്ടുള്ള കാലത്ത് കാറ്റ് വരുമ്പോൾ അടുപ്പ് ആളി കത്തരുത്, അതിൻ്റെ ഭാഗമായിട്ട് ഇന്ന സ്ഥലത്ത് അടുക്കള പാടില്ല, ഇന്ന സ്ഥലത്ത് ഇത് വേണം, അത് സ്മെല്ല് ബാത്റൂം ഉണ്ടാക്കി കാറ്റടിക്കുമ്പോൾ സ്മെല്ല് അങ്ങോട്ട് പോകും, അപ്പോൾ ആ സ്മെല്ല് വരാൻ പാടില്ല. ഇതിനൊക്കെ കൂടെയാണ് കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചേക്കണം. ഇപ്പൊ വാസ്തുവിന്റെ പേര് പറഞ്ഞിട്ട് എന്തൊക്കെ കാര്യങ്ങൾ വാസ്തുവിനെ പൊളിച്ചെടുക്കണം. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ചോളം സത്യമായിട്ടുള്ള കാര്യം പഞ്ചഭൂത സ്വാതന്ത്ര്യമാണ്. പഞ്ചഭൂത സ്വാതന്ത്ര്യം ഉണ്ടെങ്കിൽ ആ വാസ്തുവിന്റെ ഒരു കുഴപ്പമില്ല. അപ്പൊ അങ്ങ് ഈ ഫിനാൻസ് ഇപ്പൊ മണിയാണ് ഏറ്റവും പ്രധാനം എന്ന് അങ്ങ് പറഞ്ഞു. ഞാൻ പക്ഷേ ഇവിടെ കയറുന്ന അങ്ങയുടെ ഒരു ബോർഡ് കണ്ടത് 2000 രൂപ കൺസൾട്ടേഷൻ ഫീസ് എന്നാണ്. സാധാരണ നമ്മളൊരു ജോലിസിന്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് 250 രൂപ അല്ലെങ്കിൽ 300 രൂപ 500 രൂപയിൽ താഴെ നമുക്ക് ഈ ജോലിസിനെ കൺസൾട്ടേഷൻ ചെയ്ത് നമുക്ക് ഇറങ്ങാം. ഇവിടെ തിരക്ക് കൂടുതലാണ്, അതായത് തിരക്ക് കൂടുതലാണ്. അപ്പം നമ്മൾ ഇപ്പം ഒരു 500 രൂപ ഫീസ് വെച്ചിരുന്നാൽ ഇവിടെ പോലീസിന് നിർത്തേണ്ടി വരും. കാര്യം എല്ലാ പേർക്കും സന്തോഷ് സാറിൻ്റെ ഇത് പറയണത് എന്ന് വെച്ചാൽ നമ്മൾ അവരെ കുറിച്ചാണ് പറയണത്, അവർ വന്നിരുന്ന് വിളമ്പിയതിന് ശേഷമല്ല പറയണത്. അപ്പോൾ സാറിനെ കാണണമെങ്കിൽ അപ്പോൾ അവർ ചോദിക്കും, സ്വാഭാവികമായിട്ട് ഞങ്ങൾക്ക് നമുക്ക് എന്താണ് വ്യത്യാസം? ശരി, ഫീസ് കൂട്ടി വെച്ചാൽ അവർക്കത് കൊണ്ടുവരാൻ പറ്റുമ്പോൾ നമുക്ക് അവിടെ ഒരു തിരക്ക് നിയന്ത്രിക്കാൻ പറ്റും. ഇപ്പോൾ 10 സാധനം എനിക്കുണ്ട്, മനസ്സിലായില്ല. ഇപ്പോൾ അത് ഓരോ യാത്ര എല്ലായിടും ഞാൻ തന്നെ പോകണം. ഓൺലൈനിൽ ഒരു ദിവസം 25 പേരെ നോക്കും, അതും 10 ദിവസത്തിന് മുമ്പ് ഒരു പൈസ അക്കൗണ്ട് ഫീസ് ഇട്ടാൽ 10 ദിവസം വെയിറ്റ് ചെയ്തിട്ടാണ് അത് പറയണത്. അപ്പം ഞാനിന്ന് രാവിലെ 4 മണിക്ക് ഉണർന്നാൽ രാത്രി 2 മണിക്കാണ് ഞാൻ ഉറങ്ങണത്. ഇപ്പം നിങ്ങൾ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഇന്ന് അപ്പോയിൻമെൻറ്റ് കൊടുക്കാത്ത ഞാൻ എൻ്റെ അടുത്ത് പറഞ്ഞുകൊണ്ട് ഞാൻ അപ്പോയിൻമെൻറ്റ് കൊടുത്തില്ല. സെക്യൂരിറ്റി വെച്ചേക്കുന്നത് അതുകൊണ്ടാണ്. പിന്നെ ഇവിടെയുള്ള ബാക്കി പിരിവാറ് എല്ലാത്തിനും ഞാൻ ഇടപെടണം, മനസ്സിലായില്ല. അപ്പോൾ ഫീസ് കൊണ്ട് എനിക്ക് ചെയ്യാൻ പറ്റും, അല്ലാതെ നിങ്ങളെ തമ്മിൽ എങ്ങനെ വെറുതെ ഇരിക്കും? ഇപ്പോൾ നിങ്ങളൊരു ഫ്ലൈറ്റിൽ പോകണം, എക്സിക്യൂട്ടീവ് ക്ലാസ്സിലാണെങ്കിൽ നിങ്ങൾ അതിലേക്ക് പോവാം, ഇതാണെങ്കിൽ ഇത് പോവാം. പണ്ടത്തെ കാലത്ത് ദക്ഷിണ കാര്യം ഞാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു വ്യക്തിയല്ല, പ്രൊഫഷണലായിട്ട് തന്നെയാണ് ചെയ്യുന്നത്. എനിക്ക് ഇത്ര രൂപയാണ് എൻ്റെ ഫീസ്, നിങ്ങൾ കാണണമെങ്കിൽ, അല്ലാതെ മറ്റുള്ളവരെ പോലെ വിളിച്ച് അങ്ങനെയുള്ള രീതിയല്ല. അല്ല, അതുകൊണ്ടാണ് ഈ പല ജോലിസ്ഥരും അങ്ങേക്കെതിരാണ്. ഒത്തിരി പേരുണ്ട്. ഒറ്റയാനാണ് ഞാൻ, ഐ ആം ദ എലോൺ. അപ്പൊ ഈ മറ്റുള്ള ജോലിസ്ഥരോട് അല്ലെങ്കിൽ ഈ അങ്ങേ എതിരായിട്ട് പറയുന്നവരോട് എന്താ പറയാനുള്ളത്? അവർക്കെല്ലാം തക്ക മറുപടി കൊടുക്കുമല്ലോ. ആര് ജ്യോതിഷത്തിനെ കുറിച്ച് എതിർത്താലും അതിന് കറക്റ്റായിട്ടുള്ള വ്യൂ പറഞ്ഞു കൊടുക്കും. എല്ലാ ജനങ്ങളും എനിക്ക് അയച്ചു തരും, ഇപ്പം എനിക്ക് മറുപടി കൊടുക്കണമെന്ന്. ഇപ്പം നമ്മുടെ ഒരു കാര്യം പറയാം, ഞാൻ ഓപ്പണായിട്ട് തന്നെ പറയാം, ഹരി പത്തനാപുരത്തിൻ്റെ ദാരിദ്ര്യമാണ് എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ എന്നെ ഇതേപോലെ പറഞ്ഞു, അദ്ദേഹം ഇതേപോലെ എങ്ങനെയാണ് അങ്ങനെയാണെന്നൊക്കെ പറയുമ്പോൾ ഞാൻ മറുപടി കൊടുക്കും, പേര് പറഞ്ഞുകൊണ്ട് തന്നെ മറുപടി കൊടുക്കും. അതിനകത്ത് ഭയവും കാര്യമൊന്നുമില്ല. ഇപ്പം അദ്ദേഹം വീട് വെച്ചു, ഇന്നലെ വരെ ദരിദ്രനാണെന്ന് പറഞ്ഞു, മനസ്സിലായില്ലേ? അപ്പോൾ ഇത് അതങ്ങനെ ചെയ്തു എന്നൊക്കെ ജനങ്ങൾ ചോദിക്കും. നമ്മൾ അങ്ങനെയല്ല, നേരെ പോ. ഇവിടെ വരണവടുത്ത് പറയും, നിങ്ങളെ ഞാൻ ഇവിടെ എത്തി സൂചിപ്പിക്കില്ല, മുഖസ്തുതി പാടില്ല. ഇന്ന പ്രോബ്ലം ആണെങ്കിൽ ഇന്ന പ്രോബ്ലം, നിങ്ങളിവിടെ വന്നാലും ശരി വന്നില്ലെങ്കിലും ശരി, അതെനിക്ക് വിഷയം അല്ല. ഞാൻ ചോദിക്കുന്നത് ഇതിന് വേണ്ടിയിട്ട് അവരുടെ പരിഹാരങ്ങൾക്ക് വേണ്ടിയിട്ട് അങ്ങ് പൂജകളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ? അല്ല, അത് അവരുടെ രീതിക്കാണ്. ഇവിടെ 2 രീതിയാണ്, താം പകുതി ദൈവം പകുതിയാണ്. ഇപ്പം ഭാഗ്യം തുണയ്ക്കുന്നില്ല, ദൈവത്തിൻ്റെ പ്രോബ്ലം ആണെങ്കിൽ അതിന് വേണ്ട പരിഹാരങ്ങളെ നിർദ്ദേശിക്കൂ. വ്യക്തിയാണെങ്കിൽ കൗൺസിലിംഗ് ആണ്, ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും കൗൺസിലിംഗ്. ഒരു വ്യക്തിയെ ഉണർത്തുക എന്നുള്ളതാണ്. നിങ്ങൾ എത്ര ദൈവം 2 ബക്കറ്റാണ്, അതായത് ആത്മാവ് ഭഗവാൻ, ഭൗതികം നമ്മളല്ല. അപ്പൊ മറ്റു ജ്യോതിഷൻ അല്ലെങ്കിൽ മറ്റ് തിരുമേനിമാരൊക്കെ ചെയ്യുന്നത് പോലെ പൂജാ കർമ്മങ്ങൾ അല്ല, അത് ആവശ്യമുണ്ടെങ്കിൽ ശിവദീക്ഷ എടുത്തത് ശിവപ്രമാണം അനുസരിച്ചുള്ള പൂജാവിധികൾ ചെയ്യുക. അത് നേരിട്ട് ഞാൻ തന്നെ ചെയ്തു കൊടുക്കും. ശിവദീക്ഷ എടുത്തിട്ടുണ്ട്, വേറെ ആരും അതിനകത്ത് ഉൾപ്പെടുത്താറില്ല. പിന്നെ അഥവാ അതല്ല അവർക്ക് അത് കറക്റ്റാണ്, അവർക്ക് ദൈവാനുഗ്രഹം എല്ലാം ഉണ്ട്, വ്യക്തി പ്രോബ്ലം ആണെങ്കിൽ അവനെ തന്നെ കൗൺസിൽ ചെയ്യും, മനസ്സിലായോ? ഇപ്പോൾ വണ്ടി ഇപ്പം നമ്മൾ BMW ഓട്ടിക്കുകയാണ്, വണ്ടി അടിപൊളിയാണ്, ഡ്രൈവർ മോശമാണെങ്കിൽ ഓക്കെ പ്രോബ്ലം വരും. നേരെ മറിച്ച് വണ്ടി കത്തയാണ്, ഡ്രൈവർ നല്ലതാണെങ്കിൽ പ്രോബ്ലം വരും. അപ്പോൾ ഇവിടെ വരുന്നതിൽ നല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ളതുണ്ട്, അവന് ജോലിയില്ല. 10ാം ക്ലാസ് പഠിച്ചവന് ജലാശുപത്രിയിൽ ജോലിയുണ്ട്, പറഞ്ഞാൽ മനസ്സിലായില്ലേ? അപ്പം ഇവിടെ അവൻ വ്യക്തി മോശമാണെങ്കിൽ അവന് ഭാഗ്യം ഉണ്ടാവേണ്ട, അവനോട് ജോലി കിട്ടി. ഇവിടെ വ്യക്തി ഉയർന്നിരിക്കുന്നു, ഭാഗ്യം കിട്ടുന്നില്ല. അപ്പം ആ ലൈന് നമ്മൾ തിരുത്തണം. എവിടെയാണോ പ്രോബ്ലം അത് ഫൈൻഡ് ഔട്ട് ചെയ്ത് ക്ലിയർ ചെയ്ത് കൊടുക്കും. പൂജകൾക്ക് കുറച്ച് കോസ്റ്റ് കൂടുതലാണെന്ന് പൊതുവെ. പൂജകൾക്ക് അങ്ങനെ കോസ്റ്റ് അല്ല. എൻ്റെ കൺസൾട്ടിംഗ് ഫീസ് നോക്കുമ്പോൾ 25 പേര് ഒരു ദിവസം വരുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ എത്ര രൂപ ആവണം നിങ്ങൾ നോക്കും. പൂജയുടെ അല്ല, എൻ്റെ സമയത്തിനാണ് വില. ഇപ്പം നല്ല എക്സ്പെർട്ട് ആയിട്ടുള്ള ഒരു ഡോക്ടർ, അദ്ദേഹത്തിൻ്റെ സമയത്തിനാണ് വില എന്ന് പറയണത്. ഇപ്പം നിങ്ങൾ എക്സ്പെർട്ട് ആയിട്ടുള്ള ഒരാൾ, ഹരീഷ് ആൽവെ പോലത്തെ ഒരാൾ, അദ്ദേഹം ഇവിടെ വരണമെങ്കിൽ അദ്ദേഹത്തിന് ക്ലൈൻറ്റ് ആവശ്യം പോലെയാണ്. അപ്പോൾ അദ്ദേഹത്തിന് വരുമ്പോൾ അദ്ദേഹം ചോദിക്കുന്ന പൈസ കൊടുക്കണം, അതെല്ലാ പ്രൊഫഷനിലും ഉള്ളതാണ്. ശരി, ഞാൻ അങ്ങ് പറഞ്ഞതെല്ലാം ഞാൻ അംഗീകരിച്ചു. എനിക്ക് ഏറ്റവും അവസാനമായി നമ്മൾ ഈ ചിറ്റ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. എനിക്ക് ഒരൊറ്റ കാര്യം മാത്രം പറഞ്ഞാൽ മതി. ഈ വിഷുക്കാലത്ത് കേരളത്തിലെ മലയാളികൾക്ക് അവർക്ക് പോസിറ്റീവായിട്ട് നെഗറ്റീവായിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം ഒന്ന് പറയാമോ? ഈ വിഷുക്കാലം എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ നാട്ടിലെന്ന് പറയുമ്പോഴത്തേക്ക് നല്ല ഈ 2024 എന്ന് പറയുന്നത് വലിയ പ്രോബ്ലങ്ങളുള്ള ഒരു വർഷമല്ല, മനസ്സിലായില്ലേ?
ഇങ്ങനെ ഈ കലഹം ദമ്പതിമാരുടെ ഇടയിൽ ഉണ്ടാകുന്ന ഒരുപാട് കലഹങ്ങൾ ഈ രാജ്യത്ത് നടക്കുന്നുണ്ട്. അത് അവർ ചീറ്റിങ് ഒഴിവാക്കി നല്ല രീതിയിൽ പോവുക, അല്ലെങ്കിൽ ഉപദ്രവിക്കാനും ദ്രോഹിക്കാനൊന്നും പോകരുത്. നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ ഒരാൾക്ക് നമ്മളെ സ്നേഹം പിടിച്ചു വാങ്ങിക്കാൻ പറ്റില്ല. അവർ നമ്മളെ സ്നേഹിക്കണമെങ്കിൽ നമുക്ക് അവരെ സ്നേഹിക്കാം. അതിന് അക്രമത്തിൻ്റെ ഒരു പാതയും പിന്തുടരാതെ സ്നേഹത്തോടെ പറഞ്ഞു മാറുക. അല്ല ഉപദ്രവം, കൊലകൾ ചെയ്യുക, അതൊന്നും മനുഷ്യൻ ദമ്പതികൾക്കിടയിൽ ഒരുപാട് നടക്കും. കഴിഞ്ഞ തവണത്തെ ഡൈവേഴ്സ് എത്ര എന്നുള്ളത് നിങ്ങളൊന്ന് സെർച്ച് ചെയ്താൽ മതി. അതേപോലെ ചീറ്റിങ്ങുകളാണ്. ഒരുപാട് പേര് ഇവിടെ കരഞ്ഞുകൊണ്ട് വരുന്നുണ്ട്. സാർ എന്നെ അവൻ ഇത് സ്നേഹിച്ചു, ഇത്രയും നാൾ സ്നേഹിച്ചു, പണമില്ല എന്ന് പറഞ്ഞപ്പോൾ എന്നെ വേണ്ടെന്നായി എന്ന് പറഞ്ഞ് ഞാനിത് പ്രാക്ടിക്കലായിട്ട് പറയുന്നതാണ്, ഒരിക്കലും പുസ്തകം പഠിച്ചിട്ട് പറയുന്നതല്ല. അപ്പോൾ അവർക്ക് പ്രതീക്ഷയ്ക്കുള്ളൊരു വകയും അവർക്ക് പ്രതീക്ഷയ്ക്കുള്ള വകയാണ് ഞാൻ പറഞ്ഞത്. എല്ലാ പേരും കുറച്ച് 2 പ്രാവശ്യം ആലോചിച്ചിട്ട് നാട്ടിലുള്ളവരൊക്കെ ചെയ്യുക. ദാനധർമ്മ കർമ്മങ്ങൾ ചെയ്യുക. നിങ്ങളുടെ കഷ്ടവഷ്ടത്തിൻ്റെ വ്യാപ്തി കുറയ്ക്കണമെങ്കിൽ ദാനധർമ്മങ്ങൾ ചെയ്യുക. നമ്മുടെ സഹജീവികളെ സഹായിക്കുക. അപ്പോൾ ഇവിടെ വർണ്ണവരെയും പഠിപ്പിക്കുന്നത് ഞാൻ അങ്ങനെയാണ്. ദാനധർമ്മങ്ങൾ ചെയ്തുകൊണ്ടാണ് അവരുടെ ഇത്. അമ്പലത്തിലോ പള്ളിയിലോ ഒന്നും പോയി കൊടുക്കാൻ ഞാൻ പറയില്ല. ഞാനും പോകാറില്ല. ഭഗവാന്റെ ഒരു സാധനം എടുക്കാറുമില്ല. ഞാനൊന്നും കൊടുക്കാറുമില്ല. ഭഗവാൻ എന്ന് പറയുമ്പോൾ നമ്മൾ ദാസരും ഭിക്ഷക്കാരും. പക്ഷേ ഇവിടെ ബോർഡ് വെച്ചിട്ടുണ്ട് ക്ഷേത്രങ്ങൾക്ക് മാത്രം, രാഷ്ട്രീയ പാർട്ടികൾക്ക് സംഭാവന ഇല്ല. അത് എഴുതി വയ്ക്കാൻ കാര്യം എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയ പാർട്ടികൾക്ക് സംഭാവന കൊടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ അവർക്ക് ആ ഒരു എമൗണ്ടേ കൊടുക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ ക്ഷേത്രത്തിലെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ അവർക്ക് കൊടുക്കുന്ന ഒരു എമൗണ്ട് എന്ന് പറയുമ്പോൾ അവിടെ അന്നദാനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ കൊടുക്കുന്നത്. ഏതെങ്കിലും ഒരു രാഷ്ട്രീയക്കാർക്ക് കൊടുത്ത അന്നദാനം പോകും. നമ്മൾ അന്നദാനം കൊടുക്കണം. രാഷ്ട്രീയ പാർട്ടികളുണ്ട് നമ്മുടെ ഈ ഹോസ്പിറ്റലുകളിലൊക്കെ. അത് അങ്ങനെയുള്ള രാഷ്ട്രീയ പാർട്ടിയെ കൊടുക്കും. ഇപ്പൊ ആംബുലൻസ് എടുക്കാൻ വന്നു കഴിഞ്ഞാൽ കൊടുക്കും. അല്ലാതെ ഇപ്പൊ കൊടിമര നാട്ടാൻ വരണമെന്ന് പറഞ്ഞാൽ ഞാൻ കൊടുക്കൂല. അതാണ് സ്വാഭാവികമായിട്ട് പറയണത്. ഇപ്പൊ ആംബുലൻസ് എടുക്കാൻ വന്നു, ഞാൻ 10,000 രൂപ കൊടുത്തു. അത് ഇവർക്കൊക്കെ അറിയാം. ഓരോ ഇപ്പം മെഡിക്കൽ കോളേജിൽ ആഹാരം കൊടുക്കണം, ഞാൻ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പം കരിമടത്ത് വെള്ളം കയറിയപ്പോൾ ഞങ്ങളാണ് അവിടെ കൊണ്ടുവന്ന് ഫുഡ് കൊടുത്തത്. അപ്പോൾ ഇങ്ങനെ തിരുവനന്തപുരത്തുള്ള എല്ലാ പേർക്കും നമ്മളറിയാം. ഈ എൻ്റെ ഓഫീസ് ഉദ്ഘാടനത്തിന് 10 ക്യാൻസർ രോഗികളുടെ ഇത് ചികിത്സ എടുത്തുകൊണ്ടാണ് നമ്മൾ കൊടുത്തത്. പ്രവർത്തനത്തിനാണ് ഇതെല്ലാം തന്നിട്ടുള്ളത്. ഓരോ സംഘടനകൾ തന്നിട്ടുള്ളത്. ഞാനുമായിട്ട് ബന്ധമുള്ള സംഘടനയല്ല. സ്വരമാലിക, അവര് സിനിമാ ഫീൽഡിലുള്ളവർ, നാടക അവരൊക്കെ നോക്കുമ്പോൾ ഈ മേഖലയിൽ നിന്ന് ഒരാൾ വേണമെങ്കിൽ അത് സാറിനെ വിളിക്കാം. അങ്ങനെയാണ് അവര് നോക്കുന്നത്. തീർച്ചയായിട്ടും എല്ലാ പ്രവചനങ്ങളും ഫലിക്കട്ടെ. ഇനിയും കാലത്തിൽ വളരെ സന്തോഷം താങ്കളെ കാണാൻ പറ്റിയതിൽ, പരിചയപ്പെട്ടതിൽ വളരെ സന്തോഷം.